കണ്ണൂർ പോലൊരു ജില്ലയിൽ പയറ്റി തെളിഞ്ഞു വന്ന ഒരാൾക്ക് കേരളത്തിൽ മുഴുവൻ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയും. ഒരിക്കൽ ഞാൻ MLA ആയിരിക്കുമ്പോഴാണ് ശ്രീ രാഹുൽ ഗാന്ധി എന്നോട് പറഞ്ഞു, താങ്കൾക്ക് ഡൽഹിയിൽ വന്ന് എന്നോടൊപ്പം പ്രവർത്തിച്ചുകൂടെ. ശ്രീ കെ മുരളീധരൻ എവിടെയായിരിക്കും മത്സരിക്കുക അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ? ക്യാപ്റ്റനും കാരണഭൂതനൊന്നും കമ്മ്യൂണിസ്റ്റ് ശൈലിയില്ലാത്തതാണ്. ക്രിസ്ത്യൻ പ്രേമം BJPക്ക് കേരളത്തിനോട് മാത്രമേ ഉള്ളൂ. മൈനോറിറ്റി വോട്ട് തിരിച്ചു വരുമെന്ന് ഉറപ്പുണ്ടോ? അപ്പോൾ എന്നോട് തന്നെ പല പാർട്ടി പ്രവർത്തകരും പറഞ്ഞു, സാറേ കല്യാണ വീട്ടിലോ മരണ വീട്ടിലോ ചെല്ലുമ്പോഴൊക്കെ ചോദിക്കും നിങ്ങൾ എന്താ നന്നാവാത്തത്. ഇടതുപക്ഷത്തിൻ്റെ കുറേ വോട്ടൊന്നും എനിക്ക് കിട്ടിയിട്ട്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 1000 ദിവസം കൊണ്ട് പൂർത്തിയാക്കേണ്ട പ്രോജക്റ്റാണ് ഇപ്പോൾ 2025 വരെ എത്തിയത്. ഒന്നും നടന്നിട്ടില്ല എന്നുള്ള മട്ടിലൊരു പ്രചരണം നിങ്ങൾ നടത്തിയാൽ ജനങ്ങൾ വിശ്വസിക്കും. പെട്ടെന്ന് ഈ കെ കരുണാകരനെ ദഹിക്കുന്ന പോലെ, ഉമ്മൻചാണ്ടിയെ ദഹിക്കുന്ന പോലെ, ആന്റണിയെ ദഹിക്കുന്ന പോലത്തെ ഒരു ദഹനം ഇക്കാര്യത്തിലില്ല. ലൈഫ് പദ്ധതി ഞങ്ങൾ ഒരിക്കലും അതിനെക്കുറിച്ച് വിമർശിച്ചിട്ടില്ല. പക്ഷെ അത് പരാജയപ്പെടാൻ കാരണം മറ്റു പല ഇടപെടലും ഉണ്ടായി. കേന്ദ്ര നടപടികളിൽ ഏറ്റവും സേഫായിട്ടുള്ളൊരു BJP ഇതര മുഖ്യമന്ത്രി പിണറായിയാണ്. വ്യക്തിപരമായിട്ട് LDF സർക്കാരിലെ മന്ത്രിമാർക്കെതിരെ അഴിമതി, CPM മന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണം കൊണ്ടുവന്നാൽ എറിക്കും എന്നൊരു UDF ഒരു ഇഷ്യൂ ഏറ്റെടുത്ത് ഇങ്ങനെ മുന്നോട്ട് വരുമ്പോഴേക്കും അടുത്ത ഇഷ്യൂ വരും. അപ്പോൾ നേരെ അതിലേക്ക് ചാടും. ഈ കാലത്തിൻ്റെ മാറ്റങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് ഞങ്ങൾ പ്രോഗ്രാം ചാർട്ട് ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന് ഒരു വർഷം കൂടിയുണ്ട് കേരളത്തിൽ. 2 പ്രാവശ്യത്തെ ഭരണത്തിന് ശേഷം മൂന്നാമതൊരു ടേമാണ് LDF വളരെ ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൻ മരണ പോരാട്ടത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ആ പാർട്ടി. ഗ്രാസ് റൂട്ട്സ് ലെവലിൽ തുടങ്ങി അതിനുള്ള ശ്രമം ആ പാർട്ടി ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം ആ പാർട്ടി സംസ്ഥാനത്ത് ഒരു പുതിയ അധ്യക്ഷനെയും പ്രഖ്യാപിച്ചു. നമ്മൾ കാണുന്നത് കേരളത്തിലെ കോൺഗ്രസിൻ്റെയും UDFൻ്റെയും രാഷ്ട്രീയത്തിൽ ഏറ്റവും കൃത്യമായ നിലപാടുകളുള്ള, ഏറ്റവും താഴെത്തട്ടിലുള്ള UDFൻ്റെയും കോൺഗ്രസ്സുകാരുടെയും ധാരണകൾ മനസ്സിലാക്കുന്ന ഒരു നേതാവിൻ്റെ ഒപ്പമാണെന്നുള്ളത്. എന്തായിരിക്കും അടുത്ത ഒരു വർഷത്തേക്ക് LDFനെതിരെ കോൺഗ്രസിൻ്റെയും UDFൻ്റെയും പ്രവർത്തനം എന്തായിരിക്കും? കോൺഗ്രസ് എങ്ങനെ ആയിരിക്കണം ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാൻ പറ്റിയ ഒരു നേതാവാണ് ശ്രീ കെ മുരളീധരൻ. ഈ നേതൃത്വ മാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ പല പേരുകൾ വന്നിരുന്നു. അപ്പോൾ താങ്കളുടെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, ഫോട്ടോ കാണിച്ചാൽ പ്രവർത്തകർക്ക് മനസ്സിലാകുന്ന ഒരു സാധാരണഗതിയിൽ അത് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ്റെ, ഒരു മുൻ KPCC പ്രസിഡന്റ് എന്ന നിലയ്ക്കല്ല പറഞ്ഞത്, ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ്റെ ഒരു തോട്ടാണ് അങ്ങ് പറഞ്ഞത്. ഇപ്പോൾ വന്ന ആൾ അങ്ങനെയുള്ള ഒരാളാണോ? അല്ല, സണ്ണി ജോസഫിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹം കണ്ണൂരിൽ പാർട്ടിയുടെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു. അന്ന് ആ സമയത്ത് ഗോവിന്ദ മാഷ് CPMൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അതിനുശേഷം അദ്ദേഹം 3 തവണ നിയമസഭാംഗമായി സണ്ണി ജോസഫ്. അങ്ങനെ ഒരു വ്യക്തി KPCC പ്രസിഡൻ്റായി വരാൻ സർവാത്മന യോഗ്യൻ തന്നെയാണ്. കാരണം കണ്ണൂർ പോലൊരു ജില്ലയിൽ പയറ്റി തെളിഞ്ഞു വന്ന ഒരാൾക്ക് കേരളത്തിൽ മുഴുവൻ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയും. മാത്രമല്ല സുധാകരൻ്റെ ശിക്ഷണത്തിൽ മുന്നോട്ട് പോയിട്ടുള്ള ആളാണ്. എനിക്കറിയാം, ഞാൻ KPCC പ്രസിഡൻ്റായിരുന്നപ്പോൾ ഈ പരിഗണിച്ച 2 പേരുകാരും എന്നോടൊപ്പം DCC പ്രസിഡൻറ്റുമാരായിരുന്നു. ആൻ്റണി കോട്ടയം DCC പ്രസിഡൻ്റായിരുന്നു, സണ്ണി കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനായിരുന്നു. 2 പേരും എന്നോട് സഹകരിച്ചിട്ടൊക്കെ ഉണ്ട്. സണ്ണിയെ സംബന്ധിച്ച് പറയുന്ന വാക്കുകൾക്ക് ഒരു മിതത്വം ഉണ്ടെങ്കിലും ശക്തമായി തൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മിടുക്കനാണ്. ഇപ്പം നിയമസഭയിലൊക്കെ കഴിഞ്ഞ 2 ടേമിലായിട്ട് അദ്ദേഹം അടിയന്തര പ്രമേയങ്ങൾ അവതരിപ്പിച്ചപ്പോൾ കുറിക്ക് കൊള്ളുന്ന രീതിയിലുള്ള പരാമർശം നടത്താൻ അദ്ദേഹത്തിന് നല്ല കഴിവുണ്ട്. എന്നാൽ അതൊരിക്കലും ഓവറായി പോകാറില്ല. അപ്പം അങ്ങനെ ഒരു ശൈലി തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ സണ്ണിയെ സംബന്ധിച്ച് പ്രസിഡൻ്റ് ആവാനുള്ള യോഗ്യതയുണ്ട്. പക്ഷേ ഇന്നലെ പുറത്തു വന്ന ലിസ്റ്റ് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. ഒരു തലമുറ മാറ്റമുണ്ട്, അതൊക്കെ നല്ല. പക്ഷേ ഈ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾക്ക്, ഞാൻ ജനപ്രതിനിധിയായിട്ട് ഒരുപാട് വർഷം പ്രവർത്തിച്ച ആളാണ്. ഞാൻ KPCC പ്രസിഡൻ്റ് ആയിരുന്നപ്പോഴും ഞാനന്ന് MP ആണ്. പക്ഷെ അന്ന് ഞങ്ങൾ എടുത്തൊരു തീരുമാനം, അന്നത്തെ നേതൃത്വം, അതായത് ശ്രീമതി സോണിയാഗാന്ധി അധ്യക്ഷയായിരുന്നു, പ്രസിഡൻ്റ് ഒഴിച്ച് ബാക്കി എല്ലാവരും ജനപ്രതിനിധികളല്ലാത്തവരെ വയ്ക്കണം എന്നൊരു തീരുമാനമെടുത്തു. അതിൻ്റെ മുഖ്യ കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ MP ആണെങ്കിൽ നമുക്കൊരു ഒരു ഓവറോൾ ഇത് നടത്തിയാൽ മതി. പക്ഷേ ഒരു MLA അങ്ങനെയല്ല.
ഞാൻ MP ആയി പ്രവർത്തിച്ചതിനേക്കാളും ഞാൻ വളരെ ടഫായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായത് ഞാൻ MLA ആയപ്പോഴേ. കാരണം ഒരു MP ഇന്ന് ഇവിടെ കണ്ടില്ലെങ്കിലും നാളെ കാണുമ്പോൾ ചോദിക്കുക എന്ന് ഡൽഹിയിൽ നിന്ന് വന്നു എന്ന് ചോദിക്കും. പക്ഷേ ഒരു MLAയുടെ അങ്ങനെയല്ല. ആ കോൺസ്റ്റിറ്റ്യുവൻസിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ജനങ്ങൾക്ക് എപ്പോഴും MLAയുടെ സാന്നിധ്യം ഉണ്ടാവണം. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തി ഞാൻ ഇപ്പോഴും ഓർക്കുന്നൊരു കാര്യമുണ്ട്. ഞാനത് പുറത്താരോടും പറഞ്ഞിട്ടുള്ളൊരു കാര്യമല്ല. ഒരിക്കൽ ഞാൻ MLA ആയിരിക്കുമ്പോഴാണ് ശ്രീ രാഹുൽ ഗാന്ധി എന്നോട് പറഞ്ഞു, താങ്കൾക്ക് ഡൽഹിയിൽ വന്ന് എന്നോടൊപ്പം പ്രവർത്തിച്ചുകൂടെ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ MLA ആണ്, തലസ്ഥാനത്തിൻ്റെ MLA ആണ്, എനിക്ക് അത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല ഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ തൽക്കാലമില്ല, ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും എന്നാണ് സൂചിപ്പിക്കുന്നത്. അത് നല്ലൊരു ഓഫറായിരുന്നു. അതിന് ശേഷമാണ് KC വേണുഗോപാൽ AICC ജനറൽ സെക്രട്ടറിയായിട്ട് പോകുന്നത്. അദ്ദേഹം MP ആണല്ലോ. അപ്പോൾ MP ആകുമ്പോൾ കുറേ കൂടെ സൗകര്യമുണ്ട്. കാരണം ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാം, കോൺസ്റ്റിറ്റ്യുവൻസി നോക്കിയാൽ മതി നാട്ടിൽ, ബാക്കി എല്ലാ കാര്യങ്ങളും AICCയുടെ ഒരു പൂർണ്ണ ചുമതല നിർവഹിക്കാൻ കഴിയും. പക്ഷേ ഒരു MLA ആണെങ്കിൽ കഴിയില്ല. ഇപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ വന്നിട്ടുള്ള ലിസ്റ്റിൽ എല്ലാം കഴിവുള്ളവർ തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു യുവ നേതൃത്വമുണ്ട്. ഷാഫി പറമ്പിലാണെങ്കിലും വിഷ്ണുനാഥാണെങ്കിലും അനിൽകുമാറൊക്കെ ആണെങ്കിലും. പക്ഷേ ഇവരൊക്കെ ജനപ്രതിനിധികളായിട്ട് വരുമ്പോൾ, ഷാഫി MP ആണ് കുറച്ച് ഡൽഹി സമയം, പക്ഷേ ഈ MP ആകുമ്പോൾ ഡൽഹിയിലും പോകണം. ഇപ്പോഴാണെങ്കിൽ ഒരുപാട് കമ്മിറ്റികളൊക്കെ ഉണ്ട് MP മാർക്ക്. ഞാൻ MP ആയിരുന്നപ്പോൾ ഒരു സ്ഥാനം ആഗ്രഹിക്കാത്തതിൻ്റെ കാരണം മറ്റൊന്നുമില്ല, സമയം കിട്ടില്ല. അതുകൊണ്ടാണ്. KPC പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ എനിക്ക് കിട്ടിയൊരു മെച്ചം, എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അന്ന് 2001 മുഴുവൻ UDF MLAമാരായിരുന്നു. ഒരു സീറ്റ് ഒഴിച്ച്, ഷൺമുഖദാസിൻ്റെ സീറ്റ് ഒഴിച്ച്. അതുകൊണ്ട് അവരെല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യും. അങ്ങനെയാണ് മുന്നോട്ട് പോയിരുന്നത്. ഇപ്പോഴത്തെ സന്ദർഭത്തിൽ അതല്ല. ഇപ്പോഴത്തെ MP മാരുടെ അസംബ്ലി സെഗ്മെൻറ്റുകളൊക്കെ നേരെ തിരിച്ചാണ്, LDFൻ്റെ ആണ്. ഇപ്പോൾ വടകരയിൽ ഞാൻ MP ആയിരിക്കുമ്പോൾ, ആദ്യം ഞാൻ MP ആയിട്ട് വരുമ്പോൾ പാറക്കൽ അബ്ദുള്ള മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പാറക്കലും പോയി രമ വന്നു, ഇപ്പോഴും രമ മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ പാർട്ടി പ്രവർത്തനങ്ങൾക്ക് ഒരു കോൺസെൻട്രേഷൻ കിട്ടാത്തൊരവസ്ഥയുണ്ടാകും. അതുമാത്രമാണ് ഇപ്പോൾ ഈ ലിസ്റ്റിലൊരു ന്യൂനതയായിട്ട് എനിക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ എങ്കിലും ടീം നല്ല ടീമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു ഘട്ടം കഴിയുമ്പോൾ പുതിയ ചെറുപ്പക്കാർ വരണം. ഇപ്പോഴെന്താണ് ഇത്രയും വലിയ ഗ്യാപ്പ് ഉണ്ടാവാൻ കാരണം? എല്ലാ സീനിയേഴ്സാണ് KPC പ്രസിഡന്റുമാരായിട്ട് വന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് വേറെ സബ്സ്റ്റിറ്റ്യൂട്ട്, സുധാകരൻ ഇരുന്ന സ്ഥാനത്ത് ഇദ്ദേഹം മതിയോ എന്നൊരു തോന്നലുണ്ടാവുന്നത്. ഇവരാരും സംസ്ഥാനത്ത് പ്രവർത്തിക്കാത്തതുകൊണ്ടാണ്. ഇപ്പോൾ സണ്ണിയാണെങ്കിൽ DCC പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം നേരെ MLA ആയിപ്പോയി. അപ്പോൾ ആ ജില്ലയിൽ നിന്ന് പുറത്ത് അങ്ങനെ കടന്നില്ല. പിന്നെ ഈ നിയമസഭയിലെ പ്രസംഗമൊക്കെയാണ് അദ്ദേഹത്തിന് കുറച്ചെങ്കിലും ഒരു അട്രാക്ഷൻ ഉണ്ടാക്കിയത്. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത്തവണത്തെ ലിസ്റ്റിൽ ഭാവിയിൽ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാവുന്ന ചെറുപ്പക്കാരെ വർക്കിംഗ് പ്രസിഡന്റുമാരായി കൊണ്ടുവന്നത്. അതൊരു നല്ലൊരു ചേഞ്ച് തന്നെയാണ്. അത് ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഗ്രൂപ്പ് എന്ന് പറഞ്ഞുകൂടാ. ഞാൻ പറയാം, ഇപ്പോൾ ഈ പറഞ്ഞതിൽ ഇന്ന് അങ്ങനെ ഒരു ഗ്രൂപ്പില്ല. സത്യം പറഞ്ഞാൽ പഴയ AI ഗ്രൂപ്പൊന്നും ഇന്നില്ല. ഇന്നിപ്പോൾ ഓരോ വ്യക്തികളെ കേന്ദ്രീകരിച്ചൊക്കെയാണ് ഓരോ അധികാര കേന്ദ്രങ്ങൾ രൂപം കൊള്ളുന്നത്. അത് സ്വാഭാവികമായിട്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പതിവുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ CPM തന്നെ അങ്ങനെയല്ലേ. പഴയൊരു CPM അല്ലല്ലോ ഇന്നത്തെ CPM സാധാരണ ക്യാപ്റ്റനൊന്നും ഇല്ലല്ലോ. ക്യാപ്റ്റനും കാരണഭൂതനൊന്നും കമ്മ്യൂണിസ്റ്റ് ശൈലി ഇല്ലാത്തതാണ്. അപ്പോൾ അവർ വരെ ശൈലി മാറി. കാരണം ഒരു നേതാവിനെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ആ നേതാവിന് കുറച്ച് കരുത്തനായിരിക്കണം എന്നുള്ള ഫീലിംഗാണ്. അപ്പോൾ കോൺഗ്രസ്സിന് മുമ്പേ അങ്ങനെയാണ്. കോൺഗ്രസ്സിലെ കരുത്തന്മാരുടെ എണ്ണം കുറേ കൂടുതലാണ്. അപ്പോൾ അവരെ ചുറ്റിപ്പറ്റിയിട്ടുള്ള അധികാര കേന്ദ്രങ്ങളുണ്ടാവും. ഞാനതിലേക്ക് വരാം. സാർ പറഞ്ഞ പോലെ, അതായത് സണ്ണി ജോസഫ് ഇപ്പോൾ ഒരു ഇത്രയും കാലം പിന്നെ കോൺഗ്രസിൻ്റെ മുകൾ തട്ടിൽ തന്നെ പ്രവർത്തിച്ച ഒരാൾ KPC പ്രസിഡന്റ് ആകുന്നതിൽ നമ്മളൊരു അതിശയം കാണേണ്ടതില്ല. പക്ഷേ നോക്കുക, അദ്ദേഹത്തെ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നത് അദ്ദേഹം ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ പ്രതിനിധിയായിട്ട് വരുന്നു എന്നുള്ളതാണ്. അങ്ങനെ സത്യം പറഞ്ഞാൽ അങ്ങനെ ക്രിസ്ത്യൻ സമുദായം ഇതിൽ ഇടപെട്ടിട്ടില്ല. ക്രിസ്ത്യൻ അവർ ഇടപെട്ടു എന്നുള്ളതല്ല, അവർ ഇടപെട്ടതായിട്ട് വാർത്തകളുണ്ട്. ആ വാർത്തകൾ ഞാൻ പറയുന്നത് മാത്രമല്ല, 3 പേരുകൾ പ്രധാനമായിട്ട് വന്ന പേരുകളും ക്രിസ്ത്യൻ പേരുകളായിരുന്നു. അത് പാർട്ടിക്ക് ഗുണം ചെയ്യുമോ, അല്ല മുന്നണിക്ക് ഗുണം ചെയ്യുമോ, സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയത്തിന് ഗുണം ചെയ്യുമോ? സാധാരണ പാർട്ടി ഒരു കാര്യം ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോഴല്ല, K കരുണാകരൻ്റെ കാലത്തുണ്ട്. അതായത് പാർലമെൻ്ററി പാർട്ടി നേതാവും KPCC പ്രസിഡൻറ്റും ഒരേ കമ്മ്യൂണിറ്റി പാടില്ല എന്നെടുക്കാറ്. പക്ഷേ വിവിധ കമ്മ്യൂണിറ്റികൾ മാറി വരും. ഇപ്പോൾ K കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്ത് മഹാഭൂരിപക്ഷം AK ആന്റണിയായിരുന്നു KPC പ്രസിഡന്റ്. അത് AK ആന്റണി AICCയിലായിരുന്നപ്പോൾ പത്മനാഭൻ വക്കീലായിരുന്നു
അതിൽ എൽ ജേക്കബ് ആയിരുന്നു. അങ്ങനെയൊക്കെ ഒരു ബാലൻസ് നോക്കാം. പക്ഷേ ഇന്ന സമുദായത്തിന് പർട്ടിക്കുലറായിട്ട് ഇന്ന സമുദായം തന്നെ വേണം എന്ന് ഒരിക്കലും പാർട്ടി അങ്ങനെ ഒരു നയം സ്വീകരിച്ചിട്ടില്ല. ഇത്തവണ ദൗർഭാഗ്യവശാൽ അങ്ങനെ ചില പ്രചരണങ്ങളുണ്ടായി. അതായത് ക്രൈസ്തവ സഭ അറിയാതെ തന്നെ അവരുടെ പേര് അനാവശ്യമായിട്ട് വലിച്ചടയ്ക്കപ്പെട്ടു. അത് വളരെ ദൗർഭാഗ്യകരമാണ്. അങ്ങനെയൊന്നും സംഭവം ഉണ്ടാവാൻ പാടില്ലായിരുന്നു സത്യത്തിൽ. ഇത് പലപ്പോഴും കോൺഗ്രസ് ഇക്കാര്യത്തിൽ കുറച്ചൊരു സൂക്ഷ്മത കുറവ് കാണിക്കാതെ ഇരിക്കുന്നു എന്നുള്ളൊരു ആരോപണം എനിക്കുണ്ട്. പണ്ട് 5ാം മന്ത്രിയുടെ കാര്യത്തിൽ ഇത് തന്നെയായിരുന്നു നടന്നത്. ഇത് അനാവശ്യമായി വലിച്ചു നീട്ടിക്കൊണ്ടുപോയി മുസ്ലിം ലീഗിന് കൊടുക്കണോ വേണ്ടയോ എന്നൊരു തീരുമാനം എടുക്കാതെ അത് കൊണ്ടുപോവുകയും ശരിക്കും നമ്മുടെ സമൂഹത്തിൽ ഒരു സാമുദായിക ധ്രുവീകരണം തുടങ്ങിയത് അന്ന് പറ്റിയൊരു പാളിച്ച. ഇപ്പം ഞാൻ പറയാം, കേരളത്തിൽ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിട്ട് വരുമ്പോൾ അതുവരെ മുസ്ലിം ലീഗിന് 2 മന്ത്രിമാരാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 1982 അദ്ദേഹം 3 മന്ത്രിമാരെ കൊടുത്തു. 3 മന്ത്രിമാർ, കാരണം ഒരു എണ്ണം കൂടി MLA-മാരുടെ. അപ്പോൾ ഇത് ഒറ്റയടിക്കാൻ ഈ 3 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. ഒരു വിവാദകാരും ഉണ്ടാക്കിയിട്ടില്ല. 91 കെ കരുണാകരൻ വീണ്ടും മുഖ്യമന്ത്രിയായപ്പോൾ 4 പേരെ കൊടുത്തു. കാരണം 19 MLA-മാരായി അവർക്ക്. അപ്പോൾ 4 പേരെ കൊടുത്തു. പക്ഷേ വേറൊരു മാറ്റവും വന്നു. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനമൊന്നും കൊടുത്തിട്ടില്ല, 4 മന്ത്രിസ്ഥാനം മാത്രം കൊടുത്തു. അന്ന് അദ്ദേഹം പറഞ്ഞു 19 പേരുണ്ട് അവർക്ക്, അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്പർ കൂട്ടണം. അങ്ങനെ നമ്പർ കൂട്ടി. അതോടൊപ്പം തന്നെ ഈ 2011 ആദ്യഘട്ട പുനഃസംഘടനയിൽ തന്നെ 5 കൊടുത്തിരുന്നെങ്കിൽ ആരും പ്രശ്നം ഉണ്ടാക്കില്ല. കാരണം 20 പേരായി. ലീഗിൻ്റെ ഹയസ്റ്റ് നമ്പറായിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ ലീഗിന് ലഭിച്ചത്. അപ്പോൾ അന്ന് 5 മന്ത്രിമാർ ലീഗിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് അന്ന് 39 പേരേ ഉള്ളൂ. 39 പേരുള്ള കോൺഗ്രസിന് 10 മന്ത്രിമാർ, മുഖ്യമന്ത്രി ഉൾപ്പെടെ. അപ്പോൾ എന്തുകൊണ്ട് ഒരു 5 മന്ത്രി സ്ഥാനം 2ാം സ്ഥാനക്കാരായിട്ടുള്ള, മുന്നണിയിൽ 2ാം സ്ഥാനക്കാരായിട്ടുള്ള പാർട്ടി, അതും കോൺഗ്രസിൻ്റെ പകുതിയിൽ കൂടുതൽ അംഗസംഖ്യ അവർക്കുണ്ട്. അപ്പോൾ അവർക്ക് 5 കൊടുത്താൽ അത് ഒരു പ്രശ്നമില്ല. പക്ഷെ അന്ന് പറ്റിയൊരു പാളിച്ച, ഇതിങ്ങനെ വലിച്ചു നീട്ടി 5ാം മന്ത്രി എന്ന് പറയുകയും അത് കുറേയൊക്കെ ഒരു കമ്മ്യൂണലായിട്ടുള്ളൊരു പോളറൈസേഷനിലേക്ക് പോവുകയുണ്ടായി. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ വട്ടിയൂർക്കാവിലൊക്കെ 13,000 വോട്ട് കിട്ടിയ BJP ആണ് പിന്നത്തെ ഇലക്ഷനിൽ 43,000-ലേക്ക് എത്തിയത്. 2011 നിന്നും 2016 BJPയുടെ വളർച്ചയ്ക്ക് അവർ വളമായിട്ട് ഉപയോഗിച്ചത് ഈ 5ാം മന്ത്രിസ്ഥാനമായിരുന്നു. അപ്പോൾ അത് അന്ന് നമുക്ക് പറ്റിയൊരു പാളിച്ചയാണ്. മാത്രമല്ല വേറെ ഇതും കൂടെ സംഭവിച്ചു. KPC എക്സിക്യൂട്ടീവ് ചേർന്ന് 5ാം മന്ത്രിസ്ഥാനം കൊടുക്കരുതെന്ന് തീരുമാനിക്കുകയും 3ാം ദിവസം കൊടുക്കേണ്ടി വരികയും ചെയ്തു. നേരെ മറിച്ച് ഉമ്മൻചാണ്ടി സത്യപ്രതിജ്ഞ ചെയ്ത അന്ന് തന്നെ 5 മന്ത്രിമാർ മുസ്ലിം ലീഗിൻ്റെ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നുവെങ്കിൽ ഈ ഒരു ചർച്ച ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ അന്ന് പറ്റിയൊരു പാളിച്ചയാണ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മറ്റെല്ലാ തർക്കങ്ങളൊക്കെ, പാർട്ടിക്കകത്തുള്ള തർക്കങ്ങളൊക്കെ നമുക്ക് നാളെ പരിഹരിക്കാൻ കഴിയും. പക്ഷേ ഒരു കമ്മ്യൂണലായിട്ടുള്ള ചേരിതിരിവോ അതിനെ സംബന്ധിച്ച പ്രചരണമോ വന്നാൽ അത് പാർട്ടിക്ക് ക്ഷീണം ചെയ്യും. അതുകൊണ്ട് ഭാവിയിൽ ഇക്കാര്യങ്ങളിലൊക്കെ പാർട്ടി കൂടുതൽ ജാഗ്രത പുലർത്തുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതുകൊണ്ട് പാർട്ടിക്ക് എന്തെങ്കിലും ഒരു ക്രിസ്ത്യൻ വോട്ട് എക്സ്ട്രാ അതായത് കേരളത്തിലുണ്ടായിരുന്ന ഈ കമ്മ്യൂണൽ ഇക്വേഷൻസ് വളരെയധികം മാറിക്കൊണ്ടിരിക്കുക. വളരെ കഴിഞ്ഞ ഈ 2014 വരെയുള്ള കേരളം അല്ല ഇപ്പോഴുള്ളത്. BJP അവർ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ ഓൾറെഡി നോക്കിക്കഴിഞ്ഞിരിക്കുന്നു. 1% അവരുടെ കൂടെ ഉണ്ട് തന്നെ. അപ്പോൾ ഏത് വിഷയവും അങ്ങേയറ്റം കമ്മ്യൂണലായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു കേരളമാണ് ഇപ്പോഴുള്ളത് എന്നുള്ളൊരു വസ്തുത ഞാൻ നോക്കുമ്പോൾ കോൺഗ്രസും CPM-ഉം പോലും നിങ്ങൾ 2 കൂട്ടരും സെക്കുലർ 2 ചേരികൾക്ക് നേതൃത്വം കൊടുക്കുന്ന 2 പാർട്ടികളും വേണ്ടത്ര വിലയിരുത്തിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ഞാനൊരു ജനറൽ കമൻ്റായിട്ട് പറയുന്നതാണ്. അത് പ്രതീക്ഷിക്കാത്ത രീതിയിൽ കേരളത്തിൽ ഇങ്ങനെയൊരു അകൽച്ച 2 സമുദായങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അത് കുറേയൊക്കെ മുസ്ലിം ലീഗ് അതിൽ ഇടപെട്ട് തിരുത്താൻ നോക്കുന്നുണ്ട്. ഇപ്പോൾ അവരുടെ അരമന സന്ദർശനങ്ങൾ, കർദിനാൾ ക്ലിമീസ് തിരുമേനി തന്നെ പാണക്കാട് വസതിയിൽ പോയതും, അതുപോലെ ഈസ്റ്ററിന് ലീഗിൻ്റെ സംസ്ഥാന നേതാക്കന്മാർ ബിഷപ്പുമാരെ കാണുന്നതൊക്കെ കുറേയൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, BJP ഒരു തരം കാത്തിരിക്കുകയാണ്. എന്നാൽ ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ക്രിസ്ത്യൻ പ്രേമം BJPക്ക് കേരളത്തിനോട് മാത്രമേ ഉള്ളൂ. കേരളത്തിന് പുറത്ത് ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും അവർ ഒരുപോലെ തന്നെയാണ് കാണുന്നത്. അവരുടെ ഒരു ഒരു RSS അജണ്ട എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വ രാഷ്ട്രീയമാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ സംസ്ഥാനത്തെ ക്രൈസ്തവ സഹോദരന്മാർക്ക്, ചിലർക്ക്, എല്ലാവരും ഇല്ല, അപ്പം അതിൻ്റെ ഒരു റിയാക്ഷനാണല്ലോ തൃശ്ശൂരുണ്ടായത്. ഇപ്പോൾ തൃശ്ശൂർ മുഖ്യമായിട്ട് ഇവരുടെ പ്രചരണം ഞാൻ മുസ്ലിം പ്രീണനം നടത്തുന്ന ആളെന്നായിരുന്നു.
അതുകൊണ്ട് ഒരു ചെറിയ ശതമാനം വോട്ട് പോയി. തൃശ്ശൂരൊക്കെ ചെറിയ ശതമാനം വോട്ട് പോയാൽ നല്ലൊരു മാറ്റം ഉണ്ടാവുമല്ലോ. അങ്ങനെയാണല്ലോ സുരേഷ് ഗോപി ജയിക്കുന്നത്. സത്യം പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും സുരേഷ് ഗോപി മുന്നിൽ വന്നിട്ടില്ല. കെ മുരളീധരനോ സുനിൽകുമാറോ എന്നുള്ളതായിരുന്നു ചർച്ച മുഴുവൻ. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ UDF LDF ഒരുപോലെ ഞെട്ടിപ്പോയി. അതുമാത്രമല്ല, UDFൻ്റെ കുറേ വോട്ടുകൾ പോയത് BJPക്ക് അല്ല. സത്യം പറഞ്ഞാൽ തൃശ്ശൂരിൻ്റെ ഒരു ഇക്വേഷൻ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. UDFൻ്റെ വോട്ട് LDFിലേക്കും LDFൻ്റെ വോട്ട് BJPയിലേക്കും പോയി. അതിന് ഞാനൊരു ഉദാഹരണം പറയുന്നത്, അന്തിക്കാട്, ചാഴൂർ തുടങ്ങിയ പഞ്ചായത്തുകൾ ഒരു കാലത്തും കോൺഗ്രസ് ഭരിച്ചിട്ടില്ല. CPI കോൺഗ്രസിൻ്റെ കൂടെ ഉള്ള കാലത്ത് പോലും അവിടെ CPMൻ്റെ കോട്ട, ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് കോട്ട, പിന്നെ CPMൻ്റെ കോട്ട. ഇവിടെയൊക്കെ സുരേഷ് ഗോപിയെ ലീഡ് ചെയ്തു. LDFൻ്റെ വോട്ടിൽ ചോർച്ചയില്ലാതെ ഒരിക്കലും അങ്ങനൊരു വിജയം BJPക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ക്രിസ്ത്യൻ വോട്ടിൻ്റെ ഒരു ചെറിയ ശതമാനം മാറിയതാണ് ഇരിഞ്ഞാലക്കുട ഒന്നാം സ്ഥാനം വന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു ചെറിയൊരു അകൽച്ച മുതലെടുക്കാൻ BJP ശ്രമിക്കുമ്പോൾ അതിനെ വളരെ തന്മയത്വത്തോടുകൂടെ തന്നെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. കാരണം ഇത് UDF LDF വിഷയമല്ല. എക്സാക്ട്ലി. രണ്ടുപേരെയും ഇപ്പോൾ സാധാരണ ഇന്നലെ വരെ ഉണ്ടായിരുന്ന സ്ഥിതി എന്താ? LDFൻ്റെ വോട്ട് UDFിലേക്ക് പോകും, UDFൻ്റെ വോട്ട് LDF. അങ്ങനെയുള്ള ഭരണം മാറുന്ന 5 വർഷം കൂടും. കുറേയൊക്കെ കെ കരുണാകരൻ്റെ കാലത്ത് അദ്ദേഹത്തിന് ഇതൊക്കെ ഇതറിയായിരുന്നു. അദ്ദേഹം ചെയ്തിരുന്നത് UDFിനോടുള്ള ഭരണവിരുദ്ധ വികാരം വന്നാൽ അത് LDFിൽ പോയാലും കുഴപ്പമില്ല, 5 കൊല്ലം പ്രതിപക്ഷത്തിരിക്കാമെന്ന് വിചാരിക്കും. LDF സർക്കാരിൻ്റെ ദോഷത്തിന് അദ്ദേഹം മുതലെടുക്കും. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളതിൻ്റെ ഒരു പകുതി പോലും ആരോപണങ്ങൾ അന്ന് നയനാർ സർക്കാരിനെതിരായിട്ടോ മറ്റോ മുമ്പുണ്ടായിട്ടില്ല. പക്ഷേ അദ്ദേഹം അത് തന്ത്രപൂർവ്വം കാര്യങ്ങൾ മുതലെടുത്തുകൊണ്ട് അധികാരത്തിലേക്ക് വന്നു. പക്ഷേ ഇന്നത്തെ ഒരു പ്രവണത എന്ന് പറയുന്നത്, ഇന്നിപ്പോൾ രണ്ട് കൂട്ടർ ഇക്കാര്യത്തിലൊരു എന്താ പറയേണ്ടത്, ഒരു ജാഗ്രത പുലർത്തുന്നില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇലക്ഷൻ എങ്ങനെയെങ്കിലും 10 വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കുക. പക്ഷെ അത് കാര്യമില്ല. കാരണം കേരളത്തിൻ്റെ സിറ്റുവേഷൻ മാറുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അത് പക്ഷേ ഭാഗ്യവശാൽ മുസ്ലിം ലീഗ് അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ അതിനുള്ള അവരാൽ ചെയ്യുന്ന കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ലീഗ് മാത്രമല്ല മറ്റൊരുപാട് സംഘടനകളുണ്ട്. അവരിൽ ചിലർക്കൊന്നും ഇപ്പോഴും യാഥാർത്ഥ്യം മനസ്സിലായിട്ടില്ല. അപ്പോൾ കൂടുതൽ അവരും പ്രകോപനം ഉണ്ടാക്കും, ഇവിടെയും പ്രകോപനം ഉണ്ടാവും. അതാണ് സംഭവിക്കുന്നത്. ഇതിനകത്ത് സണ്ണി ജോസഫിൻ്റെ ക്രിസ്ത്യൻ ഇമേജ് നെഗറ്റീവായിട്ട് വർക്ക് ചെയ്യാൻ സാധ്യത. അത് സ്വാഭാവികമായിട്ട് ഞാൻ പറയാം, ഇപ്പം ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി പരസ്യമായിട്ട് നമ്മളെ പിന്തുണച്ചാൽ മറ്റ് കമ്മ്യൂണിറ്റികൾ എതിരാവും. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. കാരണം ഇയാൾ ജയിച്ചു കഴിഞ്ഞാൽ ആ കമ്മ്യൂണിറ്റിക്കാണ് ഇനി പ്രാധാന്യം കൊടുക്കുക എന്ന ഫീലിംഗ് മറ്റുള്ളവർക്ക് ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ അത് നമുക്ക് നെഗറ്റീവായിട്ട് തീരും. ആ നെഗറ്റീവ് ആർക്കാണ് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുക എന്ന് സാഹചര്യങ്ങൾക്ക് അനുസരിച്ചേ പറയാൻ പറ്റൂ. ഇപ്പോൾ LDFന് പകരം ചിലപ്പോൾ അതിൻ്റെ മെച്ചം കിട്ടിയ BJPക്കായിരിക്കും. തൃശ്ശൂരുണ്ടായ പോലെ എല്ലായിടത്തും LDF വിരുദ്ധ തരംഗം മാഞ്ഞടിച്ചു. പക്ഷേ തൃശ്ശൂർ എത്തിയപ്പോൾ കുറേ വീതം BJPയിലേക്ക് പോയി. ഈ കമ്മ്യൂണലായിട്ടുള്ള കുറച്ച് വോട്ടും പോയി. അപ്പോൾ അവർ ജയിച്ചു. ആ ഒരു അപകടം ഇപ്പോഴും. അതെ, ഇപ്പോൾ LDFൻ്റെ കാര്യം പറഞ്ഞാൽ LDF ഇപ്പോൾ 20-ൽ 19 തോറ്റു. പക്ഷേ UDF 18 ജയിച്ചിട്ടുള്ളൂ. കാരണം അതിൻ്റെ കൂടെ BJPക്കാരൻ വന്നു. ആ BJPക്കാരൻ ജയിച്ചാലും ആൻറ്റി ഇൻകമൻസി വേവുണ്ട്. ഭരണവിരുദ്ധ വികാരം BJP ശക്തമായ സ്ഥലത്ത് അങ്ങോട്ട് പോയി. ഒരു പരിധിയാണ് തിരുവനന്തപുരത്തും പോയിട്ടുണ്ട്. സത്യത്തിൽ കോസ്റ്റൽ ബെൽറ്റ് ഇല്ലായിരുന്നെങ്കിൽ ഞാനൊക്കെ അത്ഭുതപ്പെട്ട് പോയത് റിസൾട്ട് തിരുവനന്തപുരത്തായിരുന്നു. കാരണം ഇപ്പോൾ സുരേഷ് ഗോപി ആണെങ്കിൽ അദ്ദേഹം 2019 പരാജയപ്പെട്ടതിന് ശേഷം തൃശ്ശൂരിൽ തന്നെ കോൺസെൻട്രേറ്റ് വർക്ക് ചെയ്യായിരുന്നു. ഇവിടെ രാജീവ് ചന്ദ്രശേഖരൻ ഇലക്ഷൻ്റെ തലേന്നാണ് നോമിനേഷൻ കൊടുക്കാൻ വന്നത്. ഒരൊറ്റ കയറ്റം കയറിയല്ലോ. സത്യത്തിൽ കോസ്റ്റൽ ബെൽറ്റ് ഇല്ലായിരുന്നെങ്കിൽ തൃശ്ശൂരിൻ്റെ ആവർത്തനം തിരുവനന്തപുരത്തുണ്ടായേനെ. അതിലേറെ എന്നെ അത്ഭുതപ്പെടുത്തി ആറ്റിങ്ങൽ പല സ്ഥലത്തും ഒരു 1-ാം സ്ഥാനം വന്നു എന്നുള്ളതാണ്. ഞാൻ 3-ാം സ്ഥാനം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആറ്റിങ്ങൽ 3-ാം സ്ഥാനത്തുള്ള വി മുരളീധരനും 1-ാം സ്ഥാനത്തുള്ള ശശി തരൂരുമായിട്ട് 16,000 അല്ല മറ്റേ അടൂർ പ്രകാശിന് 16,000 വോട്ടിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. ആ ഡിഫറൻസിനെ അവർക്ക് തിരുവനന്തപുരത്തുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ കേരളത്തിൽ പോലും നല്ലൊരു മുന്നേറ്റം BJP നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം UDF മനസ്സിലാക്കണം, LDF മനസ്സിലാക്കണം. സാധാരണ ഒരു പ്രവണതയുണ്ടായിരുന്നു. ഇപ്പോൾ BJP ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ
അവർക്കൊരു വിജയസാധ്യത ഉണ്ടെങ്കിൽ ഇപ്പോൾ എൽ ഡി എഫിനാണ് അത് മുതലെടുക്കാൻ കഴിയാന്നുണ്ടെങ്കിൽ യു ഡി എഫിൻ്റെ വോട്ട് സാധാരണ എൽ ഡി എഫിലേക്ക് പോകാറുണ്ട്, തിരിച്ചും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാനൊക്കെ വട്ടിയൂർക്കാവിൽ 2016 നിൽക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ കുമ്മനം ഏറ്റവും മുൻപന്തിയിൽ വന്നപ്പോൾ കുമ്മനത്തിനെ നേരിടാൻ ഞാനാണ് കുറേ കൂടെ അനുയോജ്യം എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കുറേ വോട്ടൊന്നും എനിക്ക് കിട്ടിയിട്ട് ഞാൻ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ഇടതുപക്ഷത്തിൻ്റെ കാരണം ബി ജെ പി ജയിക്കാതിരിക്കാനുള്ള ഒരു വാശിയായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയുള്ള പ്രവണതകൾ എല്ലാവർക്കും കുറഞ്ഞു വരികയാണ്. എന്തായാലും ഇന്നാൾ തോറ്റാൽ മതി, ആര് ജയിച്ചാലും കുഴപ്പമില്ല എന്നുള്ളൊരു മനോഭാവം വന്നിട്ടുണ്ട്. അതൊക്കെ കേരളത്തിൽ അപകടമാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ എൽ ഡി എഫോ യു ഡി എഫോ ജയിച്ചോട്ടെ കുഴപ്പമില്ല, പക്ഷെ ഒരിക്കലും ബി ജെ പി ജയിക്കരുത് എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായില്ലെങ്കിൽ കേരളത്തിലും അവർക്ക് നല്ല മുന്നേറ്റം ഉണ്ടാവും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാർ നേരത്തെ പറഞ്ഞതുപോലെ 18 സീറ്റിൽ യു ഡി എഫ് ജയിച്ചു, എൽ ഡി എഫ് 1 സീറ്റിലേ ജയിച്ചുള്ളൂ. 111 നിയോജക മണ്ഡലങ്ങളിൽ അവർ എൽ ഡി എഫ് പറയില്ലായിരുന്നു. 118 അന്ന് 2024 തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഒരു ഈസി വാക്ക് ഓവർ ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ ഒരു വർഷം കഴിഞ്ഞ് കാണുമ്പം അത്രയൊരു ആത്മവിശ്വാസം യു ഡി എഫിനുള്ളതായിട്ട് എനിക്ക് കാണുന്നില്ല. എൽ ഡി എഫിന് അവർ വളരെ സീരിയസ് ആയിട്ടൊരു 3ാം ടേമിനെ കുറിച്ച് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. സാറിൻ്റെ ഒരു വിലയിരുത്തൽ എന്താണ്? നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ യു ഡി എഫിന് നല്ല വിജയം ഉണ്ടാകും. പക്ഷേ അതിന് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോഴുണ്ടായതുപോലുള്ള അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാവരുത്. ഇപ്പോൾ ആരാ KPC പ്രസിഡൻറ്റ് ചർച്ച നടക്കുക, അത് ഇങ്ങനെ നീണ്ടു പോകുമ്പോൾ പല ആളുകളും ഇപ്പോൾ എന്നോട് തന്നെ പല പാർട്ടി പ്രവർത്തകരും പറഞ്ഞു, സാറേ കല്യാണ വീട്ടിലോ മരണ വീട്ടിലോ ചെല്ലുമ്പോഴൊക്കെ ചോദിക്കും നിങ്ങളെന്താ നന്നാവാത്തത് എന്ന് ചോദിക്കുമ്പോൾ അവരൊരു മാനസിക പ്രയാസം. ഇപ്പോൾ നേതാക്കൾക്കൊന്നും ചിലപ്പോൾ അത് മനസ്സിലായി എന്ന് വരില്ല, പക്ഷേ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന പാർട്ടി പ്രവർത്തകർക്ക് ഉണ്ടാകുന്ന പ്രയാസം അത് അവരുടെ മനോവീര്യത്തിനെ ബാധിക്കും. അപ്പോൾ അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വർക്ക് നടക്കില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ മെച്ചം എൽ ഡി എഫിന് കിട്ടും. അതുകൊണ്ട് എൻ്റെ ഒരു നിർദ്ദേശം ഞാൻ പാർട്ടിയുടെ മുമ്പിൽ വയ്ക്കാൻ പോകുന്നേ ഉള്ളൂ. കുറേ ചെറുപ്പക്കാരെയൊക്കെ അടുത്ത ഇലക്ഷനിൽ കാൻഡിഡേറ്റ് ആക്കണം. പക്ഷെ അവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. കഴിഞ്ഞവണ് ഇപ്പോൾ 51 ചെറുപ്പക്കാർക്ക് കൊടുത്തു, ഒരാൾ മാത്രമേ ജയിച്ചുള്ളൂ, 50 പേരും തോറ്റു. അതിന് കാരണമുണ്ട്. അതായത് പെട്ടെന്നൊരു സ്ഥലത്ത് പോയിട്ട് ലാൻഡ് ചെയ്താൽ അവിടെ ക്ലച്ച് പിടിക്കില്ല. മഹേഷ് കരുണാപ്പള്ളിയിൽ 5 വർഷം പണിയെടുത്തു. അതായത് 1000 വോട്ടിന് തോറ്റപ്പോൾ മഹേഷ് അവിടെ നിന്ന് പണിയെടുത്ത് 10,000 വോട്ടിന് ജയിച്ചു. ഞാനൊക്കെ സരിനോടും പറഞ്ഞതായിരുന്നു. സരിൻ എൻ്റെ അടുത്ത സുഹൃത്താണ്, നല്ല കഴിവുള്ള ചെറുപ്പക്കാരനായിരുന്നു. സരിൻ പാർട്ടിയിൽ നിന്ന് പോയാലും ഞാൻ പേഴ്സണലായിട്ട് എനിക്ക് ദുഃഖമുണ്ട്, കാരണം അവരൊക്കെ പാർട്ടിക്കകത്ത് വേണ്ടതായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇനി ഒറ്റപ്പാലത്ത് തന്നെ നിന്ന് പ്രവർത്തിച്ചോ, കാരണം മൈനോറിറ്റി വോട്ട് കാരണമാണ് കഴിഞ്ഞ തവണ നമ്മൾ തോറ്റുപോയത്. ഇത്തവണ മൈനോറിറ്റി വോട്ട് തിരിച്ചു വരും യു ഡി എഫിലേക്ക്, അപ്പോൾ ഒറ്റപ്പാലത്ത് തന്നെ ജയിക്കാം. അപ്പോൾ അങ്ങനെ പ്രവർത്തിച്ചാൽ നമുക്ക് ജയിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ സൈനികപ്പോഴേക്കും ഒരു എടുത്ത് ചാടിപ്പോയി. ഇടയ്ക്ക് ചോദിക്കട്ടെ, മൈനോറിറ്റി വോട്ട് തിരിച്ചു വരുമെന്ന് ഉറപ്പുണ്ടോ? തീർച്ചയായും ഇപ്പോൾ ഒരു പ്രതീക്ഷ അവർക്ക് യു ഡി എഫിലാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലത്തെ പിണറായി വിജയൻ ഈ ഡൽഹിയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നുള്ള ഫീലിംഗ് മൊത്തത്തിലുണ്ട്. അതുകൊണ്ടാണ് ED കേസുകളൊക്കെ, ഇപ്പോൾ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണെങ്കിൽ ഈ ആരോപണങ്ങളൊക്കെ ധാരാളം മതി ക്ലിഫ് ഹൗസിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും കയറാൻ. ഇതൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് എന്നുള്ളൊരു ടോക്ക് അത് കൂടുതൽ മൈനോറിറ്റീൻ്റെ ഇടയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിന് തക്കവണ്ണം പാർട്ടി മെഷീനറി ചലിച്ചാൽ കൂടുതൽ യുവാക്കളെ എങ്ങനെയാണ് സ്ഥാനാർത്ഥിയാക്കേണ്ടത്? ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയം, ഈ 25 ലോക്കൽ ബോഡിയാണ് നമ്പർ 1 പ്രയോറിറ്റി. ആ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞാൽ അതെന്തായാലും നവംബറിൽ കഴിയും. ഡിസംബറോടുകൂടെ UDFിലെ സീറ്റ് ചർച്ചകളൊക്കെ പൂർത്തീകരിച്ച് ജാനുവരി മാസത്തോടുകൂടെ, എന്തായാലും ഇലക്ഷൻ ഏപ്രിലായിരിക്കും, ജാനുവരി മാസത്തോടെ സ്ഥാനാർത്ഥികൾ രംഗത്ത് വന്നാൽ അവർക്ക് ജനങ്ങളുമായിട്ട് ഈ 2-3 മാസം കൊണ്ട് കൂടുതൽ ഇടപഴകാൻ കഴിയുകയും അങ്ങനെ നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയും. ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടുള്ളത്, സാധാരണ ഇലക്ഷൻ തോറ്റ് കഴിയുമ്പോൾ ഞാൻ എൻ്റെ കുറേ കാലമായിട്ടുള്ളൊരു ഒബ്സർവേഷനാണ്, പൊതുവെ പറയുന്നത് ഗ്രാസ് റൂട്ട്സ് ലെവലിൽ പാർട്ടി മെഷീനറി വർക്ക് ചെയ്തില്ല. പക്ഷേ എൻ്റെ ഒരു ഒബ്സർവേഷൻ, കേരളത്തിലെ രാഷ്ട്രീയം കാണുമ്പം കോൺഗ്രസ്സിന് താഴെ തട്ടിൽ പ്രവർത്തകർക്ക് ഒരിക്കലും ക്ഷാമം ഉണ്ടായിരുന്നില്ല. അവർക്ക് പ്രവർത്തനമുണ്ട്. കോൺഗ്രസിൻ്റെ
മെസ്സ് മുഴുവൻ അലമ്പ് മുഴുവൻ ഉണ്ടാക്കുന്നത് നേതൃത്വമാണ്. സാർ നേരത്തെ പറയും എക്സാക്ട്ലി എൻ്റെ ആർഗ്യുമെൻ്റ് അതാണ്. ഒരു സ്ഥലത്ത് പോയി കഴിയുമ്പം ആരാ നിങ്ങളുടെ നേതാവ്, എന്താ നിങ്ങളുടെ പഴയ ചോദിച്ചു കഴിയുമ്പോൾ കൃത്യമായിട്ടൊരു കാര്യം പറയാൻ പലപ്പോഴും കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് പറ്റാറില്ല എന്നുള്ളതാണ് പ്രശ്നം. ഞാനതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം കണ്ടിരുന്നത് നമ്മുടെ കോവിഡ് പ്രതിരോധം വളരെ സീനിയർ ആയിട്ടുള്ള സർക്കാരിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് LDF സർക്കാരുകളെക്കാൾ കൂടുതൽ ഫലപ്രദമായി കോവിഡ് പ്രതിരോധം സംഘടിപ്പിച്ചത് UDFിൻ്റെ. തീർച്ചയായും ഞാൻ പറയാം. അതിൽ രണ്ട് കാര്യമുണ്ട്. ഈ ആദ്യമായിട്ടാണ് ഈ പ്രവാസി ആയിട്ടുള്ള കോൺഗ്രസിൻ്റെ സംഘടനയിൽപ്പെട്ട ഇൻഗാസ്, അവരൊക്കെ മുൻകാലങ്ങളിൽ ചെയ്യാത്ത പ്രവൃത്തിയാണ് കോവിഡ് കാലത്ത്. അവർ കയ്യിൽ നിന്ന് കാശ് മുടക്കി സ്പെഷ്യൽ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തു. KMCCക്ക് ചെയ്യാൻ കഴിയും, അവർക്ക് എല്ലായിടത്തും നല്ല ബേസ് ഉണ്ട്. പക്ഷേ പരസ്പരം ചെതറിക്കിടന്ന ഇൻഗാസ് പോലുള്ള സംഘടനകൾ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് എത്രയോ ഗൾഫുള്ള മലയാളികളെ നാട്ടിലേക്ക് അയച്ചു. അത് ആദ്യമായിട്ടാണ്. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ചോദിച്ചാൽ എങ്ങനെ നിങ്ങൾക്ക് ഇതിന് കഴിഞ്ഞു? അതുപോലെ തന്നെ ഈ കിറ്റൊക്കെ കൊടുക്കുന്ന കാര്യത്തിൽ കോൺഗ്രസും ഒക്കെ മത്സരിക്കുകയായിരുന്നു, കിറ്റ് കൊടുക്കാനും മൊബൈൽ ഫോൺ കൊടുക്കാനൊക്കെ. പക്ഷേ അതൊന്നും വേണ്ടത്ര യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് തോന്നുന്നത്, ഞാൻ പറഞ്ഞു, ഒന്ന് അവിടെ ഗ്രൗണ്ട് ലെവൽ കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു. രണ്ട്, വല്ലാത്തൊരു നെഗറ്റീവ് ക്യാമ്പയിൻ. എനിക്ക് ഇപ്രാവശ്യം അത് ഞാൻ അതിലേക്കാണ് വരുന്നത്. അന്ന് കോവിഡ് പ്രതിരോധം വലിയ പരാജയമാണ് എന്നുള്ളതായിരുന്നു UDFിൻ്റെ നിലപാട്. പക്ഷേ കോവിഡ് നമ്മൾ നന്നായിട്ട് റെസിസ്റ്റ് ചെയ്ത ഒരു കാര്യമായിരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങളിപ്പോൾ UDF ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ കഴിഞ്ഞ 9 വർഷമായിട്ട് ഒരു വികസന പ്രവർത്തനം നടന്നില്ല എന്നാണ് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത്. BJP പറയുന്നത് എനിക്ക് മനസ്സിലാവും. പക്ഷെ മനുഷ്യരുടെ മുമ്പിൽ ഇപ്പം പിന്നെ LDF തന്നെ പറയുന്നത് പോലെ ഈ വലിയ പ്രോജക്റ്റുകൾ നീണ്ടു നിവർന്ന് കിടക്കുകയല്ലേ. അതായത് കേരളത്തിൽ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു നാഷണൽ ഹൈവേ കേരളത്തിൽ വന്നിട്ടുണ്ട്. ഞാനൊന്ന് പറഞ്ഞു, അതിന് ഒരു 4 ലക്ഷത്തി ചില്ലറ വീടുകൾ അവർ പണിത് കൊടുത്തിട്ടുണ്ട്. വിഴിഞ്ഞം പദ്ധതിക്ക് കോൺഗ്രസ് ക്രെഡിറ്റ് എടുത്താലും ആ പദ്ധതി അവിടെയുണ്ട്. അപ്പോൾ ഒന്നും നടന്നില്ല എന്ന് UDF പറഞ്ഞാൽ മനുഷ്യർ വിശ്വസിക്കുമോ? ഈ കോവിഡ് പ്രതിരോധം നടന്നില്ല എന്ന് പറയുന്നത് പോലെ ഇവർ പറയുന്നത് അല്ലല്ലോ, ഞങ്ങൾ കണ്ണിൻ്റെ മുമ്പിൽ കാണുന്നുണ്ടല്ലോ എന്ന് മനുഷ്യർ ചിന്തിക്കില്ലേ? അല്ല, അതിൽ പ്രത്യേകതയുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വിഴിഞ്ഞം തുറമുഖം, അതിൽ ഇപ്പോൾ ഞങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടിക്ക് ഇന്ന് ഏറ്റവും കോൺഗ്രസും CPM ഒക്കെ വിമർശിക്കുന്നവരാണ് അദാനി, അംബാനി അവരൊക്കെ. പക്ഷേ അന്നൊറ്റ മാർഗ്ഗമേ ഉണ്ടായിരുന്നുള്ളൂ. നരേന്ദ്രമോദി കേന്ദ്രത്തിൽ വന്നു. അദ്ദേഹം പറഞ്ഞു 3 തവണ ടെൻഡർ നിങ്ങൾ വിളിച്ചു, നിങ്ങൾക്ക് ടെൻഡർ ഉറപ്പിക്കാൻ കഴിയുന്നില്ല. ആരും പങ്കെടുക്കാഞ്ഞിട്ടല്ല, പങ്കെടുത്തവരോടുള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസം കാരണം നിങ്ങൾ അതിന് പ്രൊജക്റ്റിൽ നിന്ന് പിന്മാറുകയല്ല, ഇനി 3ാമതും നിങ്ങൾ ടെൻഡർ ഉറപ്പിച്ചില്ലെങ്കിൽ ഇത് തൂത്തുക്കുടിക്ക് കൊണ്ടുപോകുന്നു. അന്ന് അവരുടെ ഒരു പ്രധാന ഇതായത് ഞങ്ങൾ തൂത്തുക്കുടിക്ക് കൊണ്ടുപോകും. അന്ന് തമിഴ്നാട്ടിൽ ജയലളിതയാണ്. അവർക്ക് ജയലളിതയുടെ അത്ര വിരോധമൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് സ്റ്റാലിൻ ഇവിടെ വന്നിട്ടില്ല. അപ്പം അങ്ങനെ ഒരു ഘട്ടം വന്നപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മുമ്പിൽ ഇത് കരാർ ഒപ്പുവയ്ക്കുക എന്നുള്ള ഒറ്റ മാർഗ്ഗം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കഥ കൂടി അതുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, നിയമസഭയിൽ ഇതിനെക്കുറിച്ച് ആരോപണം വന്നു, കടൽ കൊള്ള, അദാനിക്ക് കടൽ. പക്ഷെ ഉമ്മൻചാണ്ടി പറഞ്ഞു എല്ലാ എഗ്രിമെൻറ്റും വസ്തുനിഷ്ഠമായിട്ട് ആർക്കും പരിശോധിക്കാം, പക്ഷേ ഇത് ഞാൻ ഡ്രോപ്പ് ചെയ്യില്ല, എന്ത് വന്നാലും ഞാനിത് ഡ്രോപ്പ് ചെയ്യില്ല, ഈ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകും. ഇപ്പോൾ ഇതിൻ്റെ ചാർട്ട് ഉണ്ടാക്കിയതൊക്കെ പലർക്കും പല അവകാശവാദങ്ങളുണ്ടാകും. 91 K. കരുണാകരൻ്റെ കാലത്താണ് ഇങ്ങനെ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് തന്നെ ചെയ്ത്. പക്ഷേ പിന്നീട് വന്ന സർക്കാരുകൾ അത് കണ്ടിന്യൂ ചെയ്യാൻ നോക്കി, പക്ഷെ നടന്നിട്ടില്ല. അപ്പോൾ അതിലെല്ലാവർക്കും പങ്കുണ്ട്. പക്ഷേ ഇത് വർക്ക് കരാർ ഒപ്പുവയ്ക്കുകയും വർക്ക് തുടങ്ങുന്ന ദിവസം മാത്രമേ തറക്കല്ലിടൂ എന്ന് അദ്ദേഹം നിർബന്ധം പിടിക്കുകയും ചെയ്തു. അപ്പോൾ വർക്ക് തുടങ്ങി അന്നാണ് തറക്കല്ലിടുന്നത്. പക്ഷേ അപ്പോഴേക്കും ഒരു 4 മാസം കഴിഞ്ഞപ്പോഴേക്കും ഇലക്ഷൻ വന്നു, സർക്കാർ മാറി. അപ്പോൾ ഈ കമ്പനിക്ക് വേണ്ട അസംസ്കൃത സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന കാര്യത്തിലൊന്നും 1ാം പിണറായി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ടുള്ള ചലനം ഉണ്ടായില്ല. പിന്നീടാണ് ഇത് സംബന്ധിച്ച് കൂടുതൽ സഹായങ്ങൾ കൊടുത്തതും ഈ പ്രോജക്റ്റിൻ്റെ 1ാം ഘട്ടം പൂർത്തിയായത്. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 1000 ദിവസം കൊണ്ട് പൂർത്തിയാക്കേണ്ട പ്രോജക്റ്റാണ് ഇപ്പോൾ 2025 വരെ എത്തിയത്. അപ്പോൾ അതിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആരംഭിച്ച പദ്ധതി ഞങ്ങൾ പൂർത്തിയാക്കി എന്ന് പറഞ്ഞാൽ ഓക്കെ, ഞങ്ങൾക്ക് സമ്മതിക്കുന്നതിൽ ഒരു പ്രയാസമില്ല. മാത്രമല്ല അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് വേണമെങ്കിൽ പ്രധാനമന്ത്രി തന്നെ വേണമെന്ന് വലിയ നിർബന്ധം. പ്രധാനമന്ത്രി വന്നുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരൻ സ്റ്റേയിൽ കയറിയത്. അപ്പോൾ ഇതിന് കേന്ദ്ര സഹായമല്ല, ഗ്രാൻഡല്ല കിട്ടിയത്, കട.
അപ്പോൾ സത്യം പറഞ്ഞാൽ മുഖ്യമന്ത്രിനെ കൊണ്ടല്ല, പ്രധാനമന്ത്രി വേണ്ട ആവശ്യമൊന്നുമില്ല. മുഖ്യമന്ത്രി ഉദ്ഘാടനം, പ്രതിപക്ഷ നേതാവിൻ്റെ സാന്നിധ്യം, വകുപ്പ് മന്ത്രി അധ്യക്ഷനൊക്കെ പറഞ്ഞാൽ എത്ര ഭംഗിയായിട്ട് നടക്കായിരുന്നു. ഞങ്ങൾ തുടങ്ങി നിങ്ങൾ പൂർത്തിയാക്കി എന്ന് പറയാൻ ഞങ്ങൾക്കൊരു മുടിയില്ല. പക്ഷേ അത് പൂർണ്ണമായിട്ടും ഞങ്ങളുടെ സർക്കാർ എന്നുള്ളൊരു വാചകം മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ അതിലേറെ വൾഗറായിട്ട് നരേന്ദ്രമോദി പറഞ്ഞു. അപ്പോൾ തമ്മിലടിയായി. അതാണ് ഈ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ. ദേശീയപാതയുടെ കാര്യത്തിൽ സത്യം പറഞ്ഞാൽ ഇത് 45 അടിയാക്കി അതിൻ്റെ വീതി നിശ്ചയിച്ചത് മൻമോഹൻ സിംഗാണ്. അന്ന് ഇവിടെ എല്ലാ പാർട്ടിക്കാരും, അന്ന് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി, ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവ്, രണ്ടുപേരും കൂടെ ഡൽഹിക്ക് പോയി. എന്തിനാ? 30 ആക്കാൻ പറഞ്ഞു. മൻമോഹൻ സിംഗ് പറഞ്ഞു 30 വേണമെങ്കിൽ നിങ്ങളുടെ പാതയ്ക്ക് കിട്ടോ, ദേശീയപാതയാണെങ്കിൽ 60 ഞങ്ങളുടെ കണക്ക്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് 45 ആക്കാം. അപ്പം അന്ന് ശരിക്കും സാങ്ഷനായി. പക്ഷേ അന്ന് ഇടതുപക്ഷം ഇതിൻ്റെ പ്രവർത്തനങ്ങളെ തടഞ്ഞപ്പോൾ UDFിൻ്റെ ഭാഗത്ത് നിന്ന് ജാഗ്രത കുറവുണ്ടായി. UDFിലെ പലരും ആ സമരത്തിൻ്റെ കൂടെ നിന്നു. പക്ഷെ അങ്ങനെ ഒരു 45 മീറ്റർ എതിർത്തിട്ടുണ്ടായിരുന്നില്ല. 45 മീറ്റർ LDF അന്ന് അല്ല, നമ്മളെല്ലാവരും കൂടെ 30 മതി എന്ന് പറഞ്ഞു. 30 മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ ഡൽഹിയിൽ ചെന്നപ്പോൾ പ്രൈം മിനിസ്റ്റർ കാര്യത്തിൽ സ്ട്രോങ് ആയിട്ട് അങ്ങനെയാണ്. പിന്നെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് ഒരു എതിർപ്പുണ്ടായിട്ടില്ല. പിന്നെ എതിർപ്പുണ്ടായില്ല. അല്ല, ലോക്കലായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ എതിർപ്പുണ്ടായി. സ്ഥലങ്ങൾ ഏറ്റെടുക്കുന്നതിനെതിരെ ഒക്കെ ലോക്കലായിട്ടുള്ള അത് ഇപ്പോഴും പലയിടത്തും ഉണ്ട്. ഇപ്പം ഞാൻ വടകര MP എന്നപ്പോൾ എൻ്റെ പ്രധാന ജോലി എന്തായിരുന്നു അറിയോ? ഈ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിളിച്ച് പ്രശ്നം തീർക്കുക. വലിയ തലവേദനയായിരുന്നു അവിടെ. എല്ലാ ദിവസവും എനിക്ക് തലവേദനയായിരുന്നു. കാരണം നിതിൻ ഗഡ്കരി നിർദ്ദേശം കൊടുത്ത എന്താണെന്ന്, എവിടെയെങ്കിലും ഡിസ്പ്യൂട്ട് ഉണ്ടോ ലോക്കൽ MP-നെ വിളിച്ച് പ്രശ്നം തീർക്കുക എന്നാണ് പറഞ്ഞത്. അത് വലിയ തകരാറായിരുന്നു. അതുകൊണ്ടാണ് സത്യത്തിൽ വല്ലാണ്ട് നീണ്ടുപോയതിൻ്റെ കാരണം അതാണ്. ലോക്കലായിട്ട് വരുന്ന എതിർപ്പ്. ഇപ്പോൾ ഇവർ ചില നിയമങ്ങൾ പറയും, അത് ലോക്കലായിട്ടുള്ള ജനങ്ങൾ അംഗീകരിക്കില്ല. അവർ പറയും ഇന്ന സ്ഥലത്ത് അടിപ്പാത വേണം, ഇന്ന സ്ഥലത്ത് സർവീസ് റോഡ് വേണം. ഇങ്ങനെ പറഞ്ഞ് ലോക്കലായിട്ട് എല്ലാ പാർട്ടിക്കാരും കൂടിയിട്ടുള്ള സമരമാണ്. അതൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഈ വർക്ക് നീളാനുള്ളൊരു പ്രധാന ഘടകം. പക്ഷെ അതെനിക്ക് തോന്നുന്നു LDF സർക്കാർ വളരെ കൃത്യമായിട്ട് അതിലൊരു നിലപാട് എടുക്കുകയും അതും അല്ല, LDF സർക്കാരിന് കിട്ടിയ മെച്ചം ഈ വർക്ക് തുടങ്ങാൻ പോകുമ്പോഴേക്കും ഇലക്ഷനിൽ UDFന് കൂടുതൽ MP-മാരുണ്ടായി. ഏതാ തലവേദന അവർക്ക്. അതെ, ഞങ്ങൾ പ്രശ്നങ്ങൾ പലയിടത്തും തീർത്തു. ഇപ്പോൾ എനിക്ക് എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ എൻ്റെ പീരീഡ് കഴിയുന്നതിന് ഇപ്പോൾ കുറേ ഡെവലപ്പ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനവിടെ ദിവസേന ഞാൻ ആഴ്ചയിൽ 4 ദിവസം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഉണ്ടാവും. ഈ 4 ദിവസം എൻ്റെ ജോലി ഈ തർക്കം തീർക്കലായിരുന്നു. അങ്ങനെയാണ് മറ്റേ MP-മാരും ചെയ്യുന്നത്. ഞാനൊരിക്കലും ഈ വികാരത്തിൻ്റെ കൂടെ നിൽക്കില്ല, എന്നാൽ ചിലതിന് നിൽക്കാതിരിക്കാനും വയ്യ. അപ്പോൾ എന്ത് ചെയ്യും? ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് ചർച്ച നടത്തും. അപ്പോൾ ഈ MP-മാർ മുഴുവൻ ഇക്കാര്യത്തിൽ വളരെ ജാഗ്രതയോടെ പ്രവർത്തിച്ചു. എന്നാൽ പിന്നെ അത് പറഞ്ഞുകൂടി. അത് എൻ്റെ പ്രശ്നം. ഞാൻ ചോദിക്കുന്നത്, ഒന്നും നടന്നിട്ടില്ല എന്നുള്ള മട്ടിലൊരു പ്രചരണം നിങ്ങൾ നടത്തിയാൽ ജനങ്ങൾ വിശ്വസിക്കും. അതായത് ഞങ്ങളോട് കൂടി നടത്തിയെടുത്തു നിങ്ങൾക്ക് പറയുകയല്ലേ കുറച്ചുകൂടെ. അതാണ് ഞാൻ പറഞ്ഞത്. നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ ഞങ്ങളുടെ പ്രോജക്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ആക്കാൻ ഞങ്ങളും സഹായിച്ചു. അല്ലാതെ നിങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലോ. കാരണം ഇപ്പോൾ ആരാ മുഖ്യമന്ത്രി വെച്ചാൽ പിണറായി അല്ലേ. അതുകൊണ്ട് അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ എല്ലാം ക്രെഡിറ്റ് ഞങ്ങൾക്കാന്ന് LDF പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പുറത്ത് പറയും നിങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയും. പക്ഷേ സത്യത്തിൽ ഞങ്ങളുടെ കാലത്ത് സാങ്ഷനാക്കി ഇപ്പോൾ ഞങ്ങളുടെ MP-മാരുടെ സഹായത്തോടെ സംസ്ഥാന സർക്കാർ തന്നെ വർക്ക് പൂർത്തിയാക്കും. അത് കുറച്ചുകൂടെ മനുഷ്യർ വിശ്വസിക്കുന്ന അത് വിശ്വസനീയമാണ് ആ കാര്യങ്ങൾ. സാറ് പറഞ്ഞപ്പോൾ 2 പ്രാവശ്യം ഈ പിണറായി വിജയൻ്റെ പേര് പറയുന്നത്. ഈ പിണറായി വിജയനെക്കുറിച്ച് ആളുകൾക്കൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. പലതരത്തിലുള്ള രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം കൊണ്ട് കാര്യങ്ങൾ നടത്തിയെടുക്കാൻ അദ്ദേഹത്തിന് പറ്റുമെന്നുള്ളത്. ഇപ്പോൾ ലീഡറെ കുറിച്ചുള്ള ഇമേജും അത് അങ്ങനെ തന്നെയാണ്. ലീഡറെ കുറിച്ച് രാഷ്ട്രീയമായിട്ട് പലതരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിന് കാര്യങ്ങൾ നടത്തിയെടുക്കണം എന്നുള്ള കാര്യത്തിൽ ഞാനത് പല കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാവരും പറയുന്നത് നമ്മളുടെ കൊച്ചി വിമാനത്താവളമാകും. കൊച്ചി വിമാനത്താവളം മാത്രമല്ല, ശരിക്കും മാരുതിയായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ ശ്രീ കരുണാകരൻ എടുത്ത നിലപാടുകൾ നമ്മളിപ്പം നോക്കിയാൽ അറിയാം. എത്ര 10,000 കോടി രൂപയാണ് പല രൂപത്തിൽ സുസുക്കി ഇന്ത്യയിൽ നിന്ന് കടത്തിയത്. ഇത് കൃത്യമായിട്ട് കാണാനും ഒരു നിലപാടെടുക്കാനും ലീഡർക്ക് പറ്റിയിരുന്നു. പിണറായി വിജയനും അതുണ്ട്. നിങ്ങൾ UDFിൻ്റെ ഒരു അതായിരിക്കും ശരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ, എൻ്റെ ഒരു സംശയമാണ്, നിങ്ങൾ നേരിടാൻ വേണ്ടി പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം പിണറായി വിജയൻ എന്ന് പറയുന്ന വലിയ നേതാവ് അവിടെ നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? കാരണം ഒരു സമയത്ത് അന്ന് കരുണാകരൻ നിൽക്കുമ്പം ഇപ്പുറത്ത് നായനാരുണ്ട്, EMS ഉണ്ട്, വലിയ നേതാക്കന്മാരെ പ്രതിപക്ഷത്തുമുണ്ട്. പക്ഷെ ഇപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വലിയ നേതാവിനെ എതിർക്കാൻ പറ്റുന്ന
ഒരു എങ്ങനെ നിങ്ങളത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി അല്ല, അതിപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, തലമുറ മാറുമ്പോൾ അതിനനുസരിച്ച് കുറേ മാറ്റങ്ങളുണ്ടാകും. UDF-നെ സംബന്ധിച്ച് ഇന്നലെ വരെ ഞങ്ങൾക്ക് ഈ പ്രയാസം ഉണ്ടായിരുന്നില്ല. കാരണം മുഖ്യമന്ത്രിയെ ഞങ്ങൾ ഇലക്ഷൻ കഴിഞ്ഞ് തീരുമാനിക്കുന്നത് പറയുമ്പോഴും കരുണാകരൻ്റെ കാലത്ത് എല്ലാവർക്കും അറിയാം ജയിച്ച മുഖ്യമന്ത്രി കരുണാകരനാണ്. ആൻ്റണിയുടെ കാലത്തും അത് തന്നെയായിരുന്നു സ്ഥിതി. ഉമ്മൻചാണ്ടിയുടെ കാലത്തും അത് തന്നെയായിരുന്നു. ശരിയല്ല, രമേശ് KPC പ്രസിഡന്റ് ആയിരുന്നെങ്കിലും കോൺഗ്രസിൻ്റെ രീതി പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയാവുകയാണ്. ആകെ ഒരിക്കലേ ആവാതിരുന്നിട്ടുള്ളൂ PT ചാക്കോ. PT ചാക്കോന് പകരം KPC പ്രസിഡൻ്റായി വന്ന ശങ്കർ മുഖ്യമന്ത്രിയായി. പക്ഷേ അതിന് ശേഷമുള്ള പ്രക്രിയ പരിശോധിച്ചാൽ പ്രതിപക്ഷ നേതാക്കന്മാരാണ് മുഖ്യമന്ത്രിയായിട്ട് വന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴൊരു എന്തുണ്ടായെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ ഭരണം നഷ്ടപ്പെട്ടു. അപ്പോൾ പ്രതിപക്ഷ നേതാവ് ചേഞ്ച് വന്നു. അപ്പോൾ ഇപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവുണ്ട്, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുണ്ട്. അപ്പോൾ ആരാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ, ഞങ്ങൾക്കത് പുറത്ത് പറയാൻ പറ്റില്ല. സത്യത്തിൽ ഞങ്ങൾ തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ജനങ്ങൾ ചോദിക്കുമ്പോൾ ഇപ്പുറത്ത് പിണറായി വിജയൻ, അപ്പോൾ നിങ്ങൾക്ക് ആരാന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഭൂരിപക്ഷം കിട്ടിയ MLA-മാർ വന്ന് ആലോചിച്ച് തീരുമാനിക്കുന്നൊക്കെ പറയുമ്പോൾ ഒരു പെട്ടെന്ന് ഈ കരുണാകരനെ ദഹിക്കുന്ന പോലെ, ഉമ്മൻചാണ്ടിയെ ദഹിക്കുന്ന പോലെ, ആൻ്റണിയെ ദഹിക്കുന്ന പോലത്തെ ഒരു ദഹനം ഇക്കാര്യത്തിലില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അതില്ല എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ മുന്നണിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വികസനങ്ങൾ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യും. ഞങ്ങൾ ഇതുവരെ ഇപ്പോൾ പിണറായി വിജയൻ തുടങ്ങിയ വികസനമാണെന്ന് വിചാരിച്ച് ഞങ്ങൾ നിർത്തില്ല. അങ്ങനെ പറയുമോ നിങ്ങൾ? അങ്ങനെ തീർച്ചയായിട്ടും ഞങ്ങൾ വികസനത്തിൽ തുടർ പ്രക്രിയ. ഞാനൊരു ഉദാഹരണം പറയാം. ഈ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് കോടിയേരി ബാലകൃഷ്ണ ആഭ്യന്തരമന്ത്രി എന്നപ്പോഴാണ് കൊണ്ടുവന്നത്. ഞങ്ങൾ വന്നപ്പോഴാണ് അത് വ്യാപിപ്പിച്ചു. ഞങ്ങൾ പറഞ്ഞു ഇത് കോടിയേരിയുടെ പ്രൊജക്റ്റ് ആണെങ്കിലും ഇത് നല്ലൊരു പ്രൊജക്റ്റാണ്, അതുകൊണ്ട് ഇത് ഞങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നു. അത് തന്നെ പിണറായി വന്നപ്പോൾ എൻ്റെ നിയോജകമണ്ഡലത്തിൽ കുറേ SPC യൂണിറ്റുകൾ അധികം തന്നു, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിൻ്റെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ അന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സർക്കാർ ഒരു വികസനം, അവരുടെ വികസനം എന്ന് അവർ അവകാശപ്പെട്ടാലും ഞങ്ങൾ വന്നാലും അത് പിണറായി സർക്കാരിൻ്റെ കാലത്തെ വികസനമാണ് എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യില്ല. ഞങ്ങൾ ആ വികസന പ്രക്രിയ മുന്നോട്ട് പോകും. ലൈഫ് പ്രോജക്റ്റ് പിരിച്ചുവിടുമെന്നൊക്കെ കഴിഞ്ഞ പ്രാവശ്യം MM ഹസൻ്റെ പ്രസ്താവനകളൊക്കെ ഉണ്ടായിരുന്നു. അമ്മാതിരിയുള്ള പ്രസ്താവനകൾ ഇനി വരില്ല എന്നുള്ളതാണോ? അല്ല, ലൈഫിൻ്റെ കാര്യത്തിൽ അത് കൈകാര്യം ചെയ്തതിൽ പറ്റിയ പാളിച്ചയാണ്. ലൈഫ് പരിപൂർണമായിട്ട് ഇപ്പോൾ സ്തംഭിക്കാൻ കാരണം ജാഗ്രത കുറവ് സർക്കാരിനുണ്ടായതുകൊണ്ടാണ്. അതിൻ്റെ അർത്ഥം പിരിച്ചുവിടുന്നല്ല, അതിൻ്റെ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കി തിരുത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. അല്ലാതെ ഞാൻ പറയാം, നമ്മളിതൊക്കെ പ്രസംഗിക്കാനേ പറ്റൂ. ഒരു ഉദാഹരണം ഞാൻ പറയാം. പങ്കാളിത്ത പെൻഷൻ ഞങ്ങൾ കൊണ്ടുവന്നു, പക്ഷേ ഞങ്ങൾക്ക് തന്നെ മനസ്സിലായി ഇത് പൊളിവാണെന്ന്. പക്ഷേ ഇപ്പോൾ അന്നൊരു പിൻവലിക്കാൻ കഴിയുന്നില്ല. എന്താ കാരണം? സ്ട്രക്ചർ മുഴുവൻ മാറി. ഒരു സ്ട്രക്ചർ മാറിക്കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് തിരിച്ചു വരാൻ പ്രയാസമാണ്. ഇത് തന്നെയാണ് ഇപ്പോൾ കേരള ബാങ്ക്, സംസ്ഥാന സഹകരണ ബാങ്ക് കേരള ബാങ്കായിട്ട് മാറിയല്ലോ. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ധൈര്യത്തിൽ പറയാൻ പറ്റില്ല തിരിച്ച് പഴയപോലെയാക്കുന്നത്. കാരണം സ്ട്രക്ചർ കുറേ മാറിയിട്ടുണ്ട്, ഘടന കുറേ മാറി. ഇപ്പോൾ കേരള ബാങ്ക് ഇതിൽ മെമ്പറാണ് ഇപ്പോൾ അവർ, ലീഡ് ബാങ്കിൽ മെമ്പറാണ്. അതിൻ്റെ അർത്ഥം നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ കൂടെയാണ്. അപ്പോൾ അത് നാളെ ഇങ്ങോട്ട് മാറ്റണമെങ്കിൽ ആകെ ഫിനാൻഷ്യൽ ഇത് തന്നെ തകർന്നു പോകും. ഇത്തവണ തന്നെ LDF ബുദ്ധിമുട്ടിയല്ലോ. സഹകരണ ബാങ്കുകൾ പിരിച്ചു കൂട്ടിയിട്ട് കേരള ബാങ്ക് വരാൻ എടുത്ത നേരം ഇവരുടെ ഒരു കേരള സിസ്റ്റമൊക്കെ കാരണമാണ് അത് കുഴപ്പമില്ല. ഞങ്ങളൊക്കെ ആണെങ്കിൽ വലിയൊരു ബഹളത്തിലേക്ക് പോയനെ. അതിലൊരു കണ്ടിന്യൂറ്റി ഉണ്ടാകുമെന്ന് പറയലാണ്. തീർച്ചയായിട്ടും ഇവരുടെ കാലത്ത് കൊണ്ടുവന്നൊരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഫെയിലിയർ ആണെങ്കിൽ അതിൻ്റെ തെറ്റുതിരുത്തി മുന്നോട്ട് പോകും. അതാണ് ലൈഫിൻ്റെ കാര്യത്തിൽ. ലൈഫ് പദ്ധതി ഞങ്ങളൊരിക്കലും അതിനെക്കുറിച്ച് വിമർശിച്ചിട്ടില്ല. പക്ഷെ അത് പരാജയപ്പെടാൻ കാരണം മറ്റു പല ഇടപെടലും ഉണ്ടായി. അതിൽ സർക്കാരിൻ്റെ പിടിപ്പുകേട് എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഏതാണ്ട് ലൈഫില്ലാണ്ടായി. ലൈഫ് പ്രൊജക്റ്റ് മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ ഉദ്ദേശിച്ച രീതിയിലൊന്നും നടക്കുന്നില്ല. പഞ്ചായത്തുകളിൽ ചിലരാണ് ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഇനിയിപ്പം വേണമെങ്കിൽ അത് നിർത്താം, കാരണം അത് ഇനിയിപ്പം പഞ്ചായത്ത് ഇതിൻ്റെ ക്ലേശ ഘടകങ്ങളൊക്കെ മാറേണ്ടതുണ്ട് എന്നുള്ള അഭിപ്രായം ഞാൻ സംസാരിച്ച ഒന്ന് രണ്ട്. അല്ലേ, ഇപ്പം ഞാൻ പറയാം, എല്ലാവർക്കും പാർപ്പിടം കിട്ടിയിട്ടൊന്നുമില്ല, ഒരുപാട് പേർക്ക് ഇനിയും കിട്ടാണ്. അല്ലല്ല, അത് സർക്കാരിൻ്റെ എനിക്കൊന്ന് ഈ കണക്ക് സർക്കാർ തീരുമ്പോഴത്തേക്കും ഇപ്പം 4.5 ലക്ഷം മറ്റേ ആയിട്ടുണ്ട്. അത് 6 ലക്ഷത്തിൽ കൊണ്ടു നിർത്തും എന്നുള്ളതാണ് ഇപ്പോഴത്തെ. അതായത് ഞാൻ പറയാം, ഇത് ഭവന നിർമ്മാണ പദ്ധതി ഒരിക്കലും നമുക്ക് നിർത്താൻ കഴിയില്ല. കാരണം ഈ വികസനം പോലെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുന്ന ചടങ്ങിൽ ഞാൻ പറയാറുണ്ട്, വികസനം ഒരിക്കലും നിർത്താൻ പറ്റില്ലല്ലോ.
ഇപ്പോൾ ഞാൻ മാറി പുതിയ ഒരാൾ വരുമ്പോൾ അയാൾ പറയുകയാണ് കഴിഞ്ഞ MLA MP ഒരുപാട് ചെയ്തതിന് എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് ഒരിക്കലും പറയില്ല. അതായത് ആദ്യം റോഡില്ലാത്ത സ്ഥലത്ത് റോഡുണ്ടാക്കും, പിന്നെ വരുമ്പോൾ എന്ത് പറയും, അതിന് വീതി കൂട്ടണം എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ റോഡ് മറ്റേ ദിക്കേക്ക് നീട്ടണം എന്ന് പറയും. അവസാനമില്ല, വികസനത്തിന് അവസാനം. അതുപോലെയാണ് വീടിൻ്റെ കാര്യം. കാരണം ജനങ്ങളിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ജനസംഖ്യ. അപ്പോൾ അവർക്കൊക്കെ വീട് കൊടുക്കുക എന്നുള്ളതൊരു വലിയ പ്രയാസം തന്നെയാണ്. പക്ഷേ ലൈഫിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നത്, ഇപ്പോൾ ഇതിനു മുമ്പ് നമുക്ക് ധാരാളം ഭവന പദ്ധതികൾ ഉണ്ടായിരുന്നെങ്കിൽ അതൊന്നും ഒരു ഒരു വൃത്തിയുള്ള കൊള്ളാവുന്ന, ചെറുതാണെങ്കിലും വൃത്തിയുള്ള കൊള്ളാവുന്ന, ഇപ്പം എനിക്കൊരു വീട് കിട്ടിയിട്ടുണ്ട്, എൻ്റെ മകൾക്ക് അവളുടെ കൂട്ടുകാരെ കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വീടായിരുന്നില്ല നമ്മുടെ സാധാരണ ഉണ്ടായത്. പക്ഷേ ലൈഫ് അത് മാറ്റി. ലൈഫ് നല്ല കൊച്ചു വീടുകളാണെങ്കിൽ നല്ല വൃത്തിയുള്ള, അതിപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ ഒരുപാട് അക്കാര്യത്തിൽ സിസ്റ്റം മാറിയിട്ടുണ്ട്. ഞാൻ പറയാം, ഇപ്പോൾ മാധ്യമങ്ങൾ തന്നെ പഴയ കാലത്ത് ഞാനൊക്കെ ആദ്യം MP ആയിട്ട് വരുമ്പോൾ വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ച് കൊടുക്കും. അത് പക്ഷേ ഈ പറയുന്ന പോലെ കക്കൂസ് എന്നൊക്കെ പറഞ്ഞാൽ പഴയ മോഡൽ കക്കൂസും, എന്താ ഇന്നലെ ഒരു റോട്ടിൽ കിടക്കുന്നതിന് പകരം കയറി കിടക്കാൻ ഒരു കൂര, അതായിരുന്നു. പക്ഷെ ഇപ്പോൾ കൺസ്ട്രക്ഷൻ്റെ രീതി മാറി. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആര് വീട് നിർമ്മിച്ചു കൊടുക്കുമ്പോഴും 7 മുതൽ 15 ലക്ഷം വരെ രൂപ ചെലവഴിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ആളുകളെ സംബന്ധിച്ച് ഫാന് മസ്റ്റാണ്. ഇപ്പോൾ AC ലക്ഷറി അല്ല കേരളത്തിൽ. മുമ്പ് നേതാക്കന്മാരാരും AC കാറിൽ കയറില്ല, ഉണ്ടെങ്കിൽ തന്നെ AC ഓഫ് ചെയ്ത് ഗ്ലാസ്സൊക്കെ താഴ്ത്തി. ഇപ്പം അങ്ങനെയല്ല, AC എല്ലാവരും ഉപയോഗിക്കുക. പണ്ടത്തെ ഡൽഹി പോലെ, പണ്ട് ഡൽഹിയിലായിരുന്നു ACക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നത്, അവിടുത്തെ ക്ലൈമറ്റ് കാരണം. കേരളത്തിൽ അത് ഉണ്ടായിരുന്നില്ല. കേരളത്തിലൊക്കെ പണ്ട് കാലത്ത് ചൂട് കാലത്ത് ഏപ്രിൽ മെയ് മാസത്ത് കൂജയിലെ വെള്ളം ഉപയോഗിക്കുക തണുപ്പ് കിട്ടാൻ വേണ്ടി. ഇപ്പോൾ കൂജയൊന്നും കാണാൻ തന്നെയില്ല. അപ്പോൾ ഇപ്പം ലൈഫ് സ്റ്റൈൽ മാറ്റം മാറും. അതനുസരിച്ച് ഗവൺമെൻറ് പ്രോജക്റ്റുകൾ മാറും സ്വാഭാവികമായിട്ട്. ഇപ്പോൾ ഓരോ വർഷം കഴിയുമ്പോഴേക്കും കാറുകളുടെ മോഡൽ മാറുന്ന പോലെ സ്വാഭാവികമായിട്ട് മാറും. അപ്പോൾ അതിനെ നമുക്ക് പഴയ സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നടന്നു എന്നുള്ളതാണ്. അത് അങ്ങനെ ഈ പറയുന്ന പോലെ അതൊരു മാറ്റം ഉണ്ടായി, അതൊരു ഈ പറയുന്ന പോലെ ടൈം അനുസരിച്ച് മാറി എന്നുള്ളൊരു വ്യത്യാസം ഉണ്ട്. അല്ല, അത് മാറുമല്ലോ, അത് സ്വാഭാവികമായിട്ട് മാറും. ആര് വന്നാലും മാറിയേ പറ്റൂ. ഇന്ന് പഴയതുപോലത്തെ ഒരു കോര ഉണ്ടാക്കി കൊടുത്താൽ ആരും വരില്ല. താമസിക്കാൻ നമ്മളൊരാൾക്ക് വീട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മളൊരു പൊതു ഫംഗ്ഷനായിട്ടാണല്ലോ കൊടുക്കുക. ആൾക്കാർ വന്ന് ആദ്യം നോക്കുക വീടിൻ്റെ അവസ്ഥ എന്താണ്. ഒരു കാര്യം എനിക്ക് ഇപ്പം 9ാമത്തെ വർഷമായി LDF സർക്കാർ പലതരത്തിലുള്ള അഴിമതി ആരോപണങ്ങളും മറ്റാരോപണങ്ങളും ഒക്കെ, ഇപ്പോൾ സ്വർണ്ണക്കടത്ത് തുടങ്ങിയുള്ള ആരോപണങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള ആരോപണം കൊണ്ടുവന്നു. ഇതിലെവിടെയെങ്കിലും ഒരു 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 മനുഷ്യരെ കൺവിൻസ് ചെയ്യാൻ പാകത്തിലുള്ള ഒരു ആരോപണം ചെയ്യാൻ വേണ്ടി മുൻപോട്ട് വെക്കാൻ വേണ്ടിയിട്ട് UDFന് കഴിഞ്ഞതായിട്ട് ശ്രീ മുരളീധരന് തോന്നുന്നു. അതിൻ്റെ ന്യൂനത ഞാൻ പലപ്പോഴും പാർട്ടി യോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു LDF ഞങ്ങൾ ഭരിച്ച കാലത്ത് ഒരു ആരോപണം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരറ്റ എത്തുന്നവരെ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അതിൻ്റെ പേരിൽ സമരം നടത്തും. സമരം പലപ്പോഴും വയലൻ്റ് ആവും. പക്ഷേ UDF ഇപ്പോൾ ഒരു ഇഷ്യൂ ഏറ്റെടുത്ത് ഇങ്ങനെ മുന്നോട്ട് വരുമ്പോഴേക്കും അടുത്ത ഇഷ്യൂ വരും. അപ്പോൾ നേരെ അതിലേക്ക് ചാടും. അപ്പോൾ ഇത് ആരും നോക്കില്ല. ഇപ്പോൾ ആരും സ്വർണവും വെള്ളിയൊന്നും ആരും ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നില്ല. കേസ് ഉണ്ടായിച്ചാൽ കേസുണ്ട്. ശിവശങ്കറിൻ്റെ പേരിൽ ഇപ്പോഴും കേസുണ്ട്. കുറേ കാലം അയാൾ അകത്ത് കിടന്നു. അതല്ലാതെ പിന്നെ കേന്ദ്രം താല്പര്യം കാണിക്കുന്നില്ല. കേന്ദ്രം ഇങ്ങനെ വരട്ടാനുള്ളൊരു വെപ്പണാണ്. കാരണം ഇവിടുത്തെ ഒരു പ്രത്യേകതയുണ്ട് കേരളത്തിൽ അവർ ബെനിഫിഷ്യറി അല്ല. ഞാൻ ചില BJP നേതാക്കന്മാരോട് സൗഹൃദത്തിൽ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ മുഖ്യമന്ത്രിമാരെയൊക്കെ നിങ്ങൾ ദ്രോഹിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്കെന്താ ഇവിടെ തൊടാത്ത? അപ്പോൾ അവർ പറഞ്ഞ മറുപടി, അവർ പറഞ്ഞു നിങ്ങളുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള എല്ലാ സ്റ്റേറ്റുകളിലും ഞങ്ങളാണ്, നിങ്ങളെ പിടിച്ചാൽ അതിൻ്റെ ഗുണഭോക്താവ് ഞങ്ങളാണ്. ഇവിടെ ഞങ്ങൾക്ക് എന്താ കാര്യം, നിങ്ങൾ രണ്ടുപേരും ഒന്നല്ലേ, ഞങ്ങൾ പിന്നെ ഒന്ന് വരട്ടാനുള്ള കളിയൊക്കെ ഞങ്ങൾ കളിക്കും എന്ന് മാത്രമേ അവരും പറയുന്നുള്ളൂ. അപ്പോൾ കേന്ദ്ര നടപടികളിൽ ഏറ്റവും സേഫായിട്ടുള്ളൊരു BJP ഇതര മുഖ്യമന്ത്രി പിണറായിയാണ്. കാരണം ബംഗാളിൽ മമതയ്ക്ക് എതിരെ BJPയാണ് മുഖ്യ പ്രതിപക്ഷം. അവിടെ കോൺഗ്രസും CPM ഇല്ല, BJPയാണ്. അതുപോലെ തന്നെ കേജ്രിവാളിൻ്റെ കണ്ടില്ലേ, അവരതിൻ്റെ മെച്ചം നേടിയെടുത്തല്ലോ. അപ്പോൾ പല സംസ്ഥാനങ്ങളിലും ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഇവിടെയൊക്കെ ബെനിഫിഷ്യറി ആരാ? BJPയാണ്. കേരളത്തിൽ അതല്ല. അതിൻ്റെ ഒരു പ്രകാരം പിണറായിക്ക് കിട്ടുന്നുണ്ട്. അല്ല, നിങ്ങൾക്ക് ബെനിഫിറ്റ് ആകല്ലോ നിങ്ങളിത്. പക്ഷെ അവര് BJPയുടെ ആഗ്രഹം കോൺഗ്രസിനാണ് ഒരു നമ്പർ 1 ആയിട്ട്. CPM കേരളത്തിൽ മാത്രമേ ഉള്ളൂ.
അതായത് ഈ കോൺഗ്രസ്സിന് കഴിയുന്ന മുഖ്യമന്ത്രിമാർ ഈ ഇന്ത്യ രാജ്യത്ത് ഉണ്ടാവരുതെന്നാണ് അവരുടെ ആഗ്രഹം. ഓക്കെ, ഞാൻ പറയുന്നത് BJPയോട് നിങ്ങൾക്ക് ഈ ആരോപണങ്ങൾ ലോജിക്കലായിട്ട് മുമ്പോട്ട് പോകാം. പക്ഷേ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ പറയുന്നത് താങ്കൾ തന്നെ പറഞ്ഞതുപോലെ വഴിക്ക് വെച്ച് ഇട്ടിട്ട് പോകുന്ന ഒരു പരിപാടി കോൺഗ്രസിനും ഇല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചിലത് ഒന്നും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിട്ടുള്ളത്. അതാണ് ഈ പരിക്ക് പറ്റാതെ മന്ത്രിമാർക്ക് രാജിവെക്കേണ്ടി വരാതെ എന്നിട്ട് രാജിവെക്കേണ്ടി വന്നു. ഇല്ല, എന്നിട്ട് രാജിവെക്കേണ്ടി വന്നു. കാര്യം ചോദിക്കാം. അതിപ്പം ഞാനൊരു MP രാജേഷിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം കഴിഞ്ഞ ലോക്സഭ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം വിദേശയാത്ര പോയപ്പോൾ കാഷ്വലായിട്ട് പറഞ്ഞാണ് പാരീസിൽ എനിക്ക് വളരെ ചിലവ് കുറഞ്ഞ് താമസിക്കാൻ വേണ്ടി പറ്റി ബങ്ക് ബെഡ് കിട്ടിയെന്നതാണ്. ബങ്ക് ബെഡ് എന്ന് പറയുന്നത് നമുക്കറിയാം എങ്ങനെയാണ്. അദ്ദേഹവും ഭാര്യയും 2 ടീനേജ് പ്രായത്തിലുള്ള പെൺകുട്ടികളോട് പോയിട്ട് കേരളത്തിൻ്റെ എക്സൈസ് മന്ത്രിയാണ് അദ്ദേഹം പോയി താമസിച്ചത് ബങ്ക് ബെഡിലാണ്. തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ വേറെ ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്തിൽ എക്സൈസ് മന്ത്രി പോയി കഴിഞ്ഞിട്ടുണ്ട് ഒരു ഹോട്ടലിൽ തന്നെ മദ്യ വ്യവസായങ്ങൾ എടുത്തു കൊടുക്കും. ആ മനുഷ്യനെതിരെ അഴിമതി ആരോപണം കൊണ്ടുവന്നാൽ എറിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? അത് അദ്ദേഹം അനാവശ്യമായിട്ട് ബ്രൂവറി യൂണിറ്റിന് വേണ്ടിയിട്ടുള്ള വാശി പിടിച്ചോണ്ടാണ് പറ്റിയത്. ഇല്ല, അതിനു മുമ്പാണ്. മറ്റേ ബാർക്കോഴ കേസ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഭയങ്കരമായി ബഹളം വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ യാത്ര പോകുന്നത്. ബ്രൂവറി വരുന്നതിന് മുമ്പാണ്. വ്യക്തിപരമായിട്ട് LDF സർക്കാരിലെ മന്ത്രിമാർക്കെതിരെ CPM മന്ത്രിമാർക്കെതിരെ അഴിമതി ആരോപണം കൊണ്ടുവന്നാൽ എറിക്കും എന്നൊരു അതൊക്കെ കുറേയൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ബ്രൂവറിയുടെ കേസിൽ ജനങ്ങളും ഒപ്പം നിന്നല്ലോ. അവിടെ എന്താ തുടങ്ങാൻ കഴിയാഞ്ഞ എന്താ? കുടിവെള്ളത്തിന് പോലും ക്ഷാമമുള്ള സ്ഥലത്ത് മുമ്പ് പെപ്സി വേണ്ടാന്ന് പറഞ്ഞ സ്ഥലത്ത് ബ്രൂവറി ആവാന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ പറ്റില്ല. എല്ലാത്തിനും ഞങ്ങൾ അഴിമതി ആരോടും പറഞ്ഞില്ല. ബ്രൂവറി വരുന്ന സമയത്ത് പറ്റില്ല എന്ന് പറഞ്ഞു. ചില കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ സ്ട്രെസ് ചെയ്യുന്നുള്ളൂ. അതിലൊന്നാണിത്. ബ്രൂവറിയിൽ നിങ്ങൾ ചോദിക്കുന്നത് എന്ത് കിട്ടി എന്നാണ് ചോദ്യം. നിങ്ങൾ ഈ വെള്ളത്തിന്റെ കാര്യം പറയുന്നത് പോലെ അതിന് മാത്രം ചർച്ച പറ്റും. പക്ഷെ നിങ്ങൾ ആദ്യം ചോദിക്കുന്നത് എന്ത് കിട്ടി, രാജേഷ് എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ അത് അല്ല, രാജേഷ് അതിൽ അമിതമായിട്ടുള്ള താല്പര്യം എടുക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കുമല്ലോ. രാജേഷ് ആ വിഷയം ഞങ്ങൾ നടത്തിയേ തീരുമെന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾക്ക് താല്പര്യം, ഇതിൽ വില കെട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതാണ്. അല്ലാതെ ഞങ്ങൾ യൂണിറ്റ് വിടാൻ വേണ്ട, അതിൻ്റെ കാരണം ഇതാണ്. അപ്പോഴാണ് ഞങ്ങൾ നടത്തിയേ തീരുന്നത്. എന്നാൽ പിന്നെ നിങ്ങൾക്ക് വേറെ വല്ല ആവശ്യം ഉണ്ടാവും, സ്വാഭാവികമായിട്ട് പറയും. പക്ഷെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, അത് കോൺഗ്രസിൻ്റെ ഒരു നഷ്ടക്കച്ചവടമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം മനുഷ്യർക്ക് വിശ്വാസമുള്ള നിങ്ങളുടെ കൂട്ടത്തിലുള്ളതുപോലെ തന്നെ അവരുടെ കൂട്ടത്തിലുണ്ട്. അവർക്കെതിരെ ഉള്ള ആരോപണങ്ങൾ പലപ്പോഴും UDF വഴിയിലിട്ട് പല കാരണങ്ങൾ കൊണ്ട് വഴിയിലിട്ട് പോകുന്നത് കൊണ്ട് അത് LDFന് അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നു. അല്ല, അങ്ങനെ LDFന് ഇതുവരെ ഞങ്ങളുടെ ആരോപണം കൊണ്ട് LDFന് ഒരു മെച്ചം ഉണ്ടായിട്ടില്ല. ആരോപണങ്ങൾ കുറേയൊക്കെ ജനങ്ങളുടെ മുമ്പിൽ ഏറ്റിട്ടുണ്ട്. സർക്കാരിന് കുഴപ്പമുണ്ടെന്നുള്ള കാര്യത്തിൽ ജനങ്ങൾക്ക് സംശയമൊന്നുമില്ല. പക്ഷേ അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരു വർഷത്തേക്ക് നിങ്ങൾ എന്തായിരിക്കും, ഇപ്പം ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പുകൾ വരുന്നുണ്ട്. ഈ പറയുന്ന പോലെ കേരളത്തിൻ്റെ അടിസ്ഥാന രാഷ്ട്രീയത്തിൽ വളരെ ടെക്ടോണിക് ആയിട്ടുള്ള ഈ നമ്മൾ പറയുന്ന സാധാരണഗതിയിൽ LDFും UDFും പറയുമ്പോൾ നിങ്ങളൊക്കെ നേരത്തെ ഇത്രയും കാലം 50-60 വർഷം രാഷ്ട്രീയം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഉള്ള ആരോപണങ്ങളും അല്ലെങ്കിൽ സർക്കാരിൻ്റെ നേട്ടങ്ങൾ അല്ലെങ്കിൽ കോട്ടങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് കമ്മ്യൂണലായിട്ടുള്ള ഒരു വലിയ എലമെൻറ്റ് മനുഷ്യർ കേരളത്തിൽ പോലും ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു. നിങ്ങളെങ്ങനെയായിരിക്കും അടുത്ത ഈ ഒരു വർഷത്തേക്കുള്ള രാഷ്ട്രം ഈ സാമുദായികതയും വർഗീയതയും ഒരു പ്രധാനപ്പെട്ട എലമെൻ്റായിട്ട് മാറിക്കഴിയുമ്പോൾ അടുത്ത ഒരു വർഷത്തേക്ക് നിങ്ങൾ എങ്ങനെ ഇത് രണ്ടും നിങ്ങൾക്ക് ജയിക്കേണ്ടതുണ്ട്? കോൺഗ്രസ് തീർച്ചയായിട്ടും. കാരണം കമ്മ്യൂണലായിട്ടുള്ളൊരു ചേരിതിരിവ് കേരളത്തിൽ ഉണ്ടാവാതെ നോക്കണം. അത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ ജാഗ്രതയോടുകൂടെ തന്നെയാണ് ഞങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. അതോടൊപ്പം തന്നെ ഞങ്ങൾ വന്നാൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ മറ്റവരെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ടാണ് ശരി നിങ്ങൾ വന്നാൽ എന്ത് ചെയ്യും? അവിടെയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള പ്രോജക്റ്റ് അവതരിപ്പിച്ചുകൊണ്ട് അതിനുവേണ്ടി ഞങ്ങൾ വോട്ട് ചെയ്യും. ഒരു ഭാഗത്ത് LDF ഭരണത്തിൻ്റെ വിമർശനത്തിനോടൊപ്പം അപ്പോൾ ജനം ചോദിക്കല്ലേ ശരി സമ്മതിച്ചു അവർ മോശക്കാരാണ്, ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യാം, പക്ഷേ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്താവും അത് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇന്ന് തന്ന കാര്യങ്ങൾ ചെയ്യും. ആ രീതിയിൽ വെച്ച് പ്രചാരണം നടത്തുക. നിങ്ങൾ CPMനെ സംബന്ധിച്ചിടത്തോളം ഓഫ് കോഴ്സ് അതൊരു കേഡർ പാർട്ടിയാണ്. ആ പാർട്ടി ഒരു കൃത്യമായ കാലയളവിൽ ഇതിനെക്കുറിച്ച് കേരളം എങ്ങനെ മുമ്പോട്ട് പോകണമെന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്ത, അതിനു വേണ്ടിയിട്ടുള്ള സമ്മേളനങ്ങൾ ഒക്കെ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ഇതൊക്കെ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഒരു ചിന്ത ആ പാർട്ടിയിൽ നടക്കാറുണ്ട്. കോൺഗ്രസും UDFും അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞാൽ അവസാനം ഏതെങ്കിലും രണ്ട് ഇല്ല, അതല്ല, ഞങ്ങളിപ്പോൾ അതിനെക്കുറിച്ചിട്ടൊക്കെ സർവേ നടത്തി ഒരു തീരുമാനം ഉണ്ടാക്കും ഞങ്ങൾ.
ഇത്തവണ. കാരണം കാലം മാറി, പഴയ കാലമല്ല. ഇലക്ഷൻ്റെ തലേന്ന് പ്രകടന പത്രിക ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ഈ ഞങ്ങൾ നടത്തുന്ന സർവേയിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ്, ഇനിയുള്ള ആവശ്യങ്ങൾ എന്താണ്. നിങ്ങൾ സർവേ നടത്താൻ വേണ്ടി പോകും? തീർച്ചയായിട്ടും അത് നടക്കുന്നുണ്ട് പല ഭാഗത്തും. ഒരു ഒഫീഷ്യലായിട്ട് ഇന്ന ഏജൻസിയെന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷേ ഞങ്ങൾ പല ഭാഗത്തും സർവേ നടത്തുന്നുണ്ട്. അതിന് ലേസൺ കമ്മിറ്റിയിൽ തന്നെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഞങ്ങളിപ്പോൾ എങ്ങനെയായിരിക്കണം തിരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്യാറുണ്ട്. അതൊന്നും പുറത്ത് പറയാറില്ല എന്ന് മാത്രം. ഇപ്പോൾ ആൻറ്റി ഇൻകമൻസി വേവിനെ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ട് എങ്ങനെ തരണം ചെയ്യാമെന്നാണ് LDF നോക്കുന്നത്. അപ്പോൾ അതിനെങ്ങനെ തടയണം, ഇതൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും ലേസൺ കമ്മിറ്റി കൂടി അവിടെ ഇന്നാളെ പറ്റി പറഞ്ഞു എന്നുള്ള വാർത്തയെ പുറത്തു വരാറുള്ളൂ. സംഭവം അങ്ങനെയല്ല. ഈ കാലത്തിൻ്റെ മാറ്റങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് ഞങ്ങൾ പ്രോഗ്രാം ചാർട്ട് ചെയ്യുന്നുണ്ട്. അതിനുള്ള ഒരു ലീഡർഷിപ്പ് ഇപ്പോൾ പുതിയതായിട്ട് വരുന്നതിൽ ഉണ്ടാകും. തീർച്ചയായിട്ടും ഈ ലീഡർഷിപ്പാണല്ലോ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ട് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഞങ്ങളിപ്പോൾ തയ്യാറാക്കി വെക്കുന്നുണ്ട്. ഇനി ഈ ടീമാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇനി ഒരു ചോദ്യം കൂടി ഉള്ളൂ എനിക്ക്. ശ്രീ കെ മുരളീധരൻ എവിടെയായിരിക്കും മത്സരിക്കുക അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ? അത് ഞാൻ ഇപ്പോൾ പാർട്ടിയോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം, ഞാൻ കുറേ നാളായി മത്സരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ തൽക്കാലം ഈ നിയമസഭയിൽ നിന്ന് എന്നെ മാറ്റിയത് ഞാൻ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലൊക്കെ കൂടുതൽ സമയം ചിലവിട്ട് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാം. പാർലമെൻറ്റ് ലോക്സഭ ഇലക്ഷൻ വരുമ്പോൾ എൻ്റെ ആരോഗ്യം അനുവദിക്കുന്നുണ്ടെങ്കിൽ പാർട്ടി അനുവദിച്ചാൽ ലോക്സഭയിലേക്ക് ഞാൻ പോയിക്കോളാം. കാരണം ഇനി ഇവിടെ ചെറുപ്പക്കാർ വരട്ടെ, യുവതലമുറ ഇനി കേരളത്തിൽ വരട്ടെ. നമ്മളൊക്കെ ഇവിടെ നിന്നിട്ട് വെറുതെ ഒരു മന്ത്രിസ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് മത്സരിച്ച് ജയിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അതൊക്കെ ചെറുപ്പക്കാരിന് പുതിയ ടീം വരട്ടെ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കെ കരുണാകരനും ഉമ്മൻചാണ്ടിയും AK ആൻ്റണിയിൽ നിന്നിപ്പോൾ പുതിയ നേതൃത്വത്തിലേക്ക് എത്തുമ്പോൾ അതനുസരിച്ചിട്ടുള്ള ടീം ക്യാബിനറ്റിലും ഉണ്ടാവണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുറച്ച് ഇപ്പോൾ എന്തായാലും ചില സീനിയേഴ്സ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഞാൻ പറയാം, ഹരിപ്പാട് രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ ആ സീറ്റ് ജയിക്കില്ല. VD സതീശൻ മാറ്റിയാൽ പാറൂര് ജയിക്കില്ല. തിരുവനന്തപുരം മാറ്റിയാൽ കോട്ടയം ജയിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ അത്യാവശ്യം ചില നിലനിർത്തിക്കൊണ്ട് മറ്റൊരു പുതിയ ടീമിനെ വയ്ക്കുക. ആ ടീമിനെ വയ്ക്കുമ്പോൾ ഞങ്ങളൊക്കെ സഹായിച്ചു കൊടുക്കാം. ഇത് കഴിഞ്ഞ് ലോക്സഭ വരുമ്പോൾ കുറച്ച് സീനിയേഴ്സ് വേണമല്ലോ, അപ്പോൾ ഞങ്ങളെയൊക്കെ പരിഗണിച്ചാൽ മതി. ശ്രീ കെ മുരളീധരൻ, ഇതാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. സാധാരണഗതിയിൽ ഏറ്റവും താഴെ തട്ടിലുള്ള പ്രവർത്തകരുടെ തുടങ്ങി ദേശീയ രാഷ്ട്രീയത്തെ വരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണയുണ്ട്. എത്രത്തോളം കോൺഗ്രസിൻ്റെ രാഷ്ട്രീയവും അതിൻ്റെ സമവാക്യങ്ങൾ എത്രത്തോളം പ്രാവർത്തികമാകും എന്ന് നമുക്കറിയില്ലെങ്കിലും പ്ലാനും പദ്ധതിയുമുള്ള ഒരു നേതാവാണ് ശ്രീ മുരളീധരൻ. താങ്കളുടെ 2029 താങ്കളുടെ കണ്ണുവെപ്പ് അത് കൊള്ളാം. എല്ലാ ആശംസകളും.